തേർഡ് മൊഡ്യൂളിലാണ് ഇനിയുള്ളത്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പറയാൻ പോണ സെറ്റിൽമെൻ്റ് ആണ് ഒരു പോർഷൻ. സോയിലിൽ എങ്ങനെ സെറ്റിൽമെൻ്റ് ഉണ്ടാവുന്ന, എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഡിസൈനാണ്. നമ്മളൊരു ഫൗണ്ടേഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് DCS പോലെ ചെയ്യണമെന്ന്. നമ്മൾ DCSൻ്റെ അത്രയും ഇതിലേക്ക് DCSൽ ചെയ്യണ പോലെ നമ്മൾ ഫൗണ്ടേഷൻ ഡിസൈൻ GTയിൽ ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ബിയറിംഗ് കപ്പാസിറ്റി സേഫ് ആണോ, സോയിലിലുള്ള പ്രഷർ സോയിലിന് എത്രത്തോളം താങ്ങാൻ പറ്റും, അത് അനലൈസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ DCSലാണ് ചെയ്യണത്. എത്ര കമ്പി കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസൈനിൽ നമ്മൾ പഠിക്കും. പക്ഷേ GTയിൽ വരുമ്പോൾ സോയിലിന് സേഫ് ബിയർ ആണോ, ബിയറിംഗ് കപ്പാസിറ്റി സേഫ് ആണോ എന്നുള്ള കൺസിഡറേഷൻ മാത്രമാണ് നമ്മൾ ജിയോടെക്കിൽ ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുള്ളൂ. അത് ഫൗണ്ടേഷൻ ഡിസൈനിൽ യൂഷ്വലി നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ്റെ ഡിസൈനാണ് പഠിക്കണത് ഈ മൊഡ്യൂളിൽ. റാഫ്റ്റ് വരെ സ്പ്രെഡ്, സ്ട്രിപ്പ് ഫൂട്ടിങ്, ട്രപ്പിസോയിഡൽ, കമ്പൈൻഡ് ട്രപ്പിസോയിഡലും റെക്റ്റാങ്കുലറും, ദെൻ റാഫ്റ്റ്, ഇത്രയും ഡിസൈനാണ് പഠിക്കണേ. പൈൽ ഡിസൈൻ ഉണ്ട്, അത് അടുത്ത മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ്ലി പൈലാണ്. ഇത്രയാണ് തേർഡ് മൊഡ്യൂളിലുള്ളൂ. ഓക്കെ, നോട്ട് ഞാൻ ഇട്ടുണ്ടായിരുന്നു. ആ നോട്ട് മാത്രം പഠിച്ചാൽ മതി, അതിൽ നിന്നാണ് ചോദിക്കാറുള്ളൂ, വേറെ ഒന്നും ഇല്ല. ഓക്കെ, ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് അനാലിസിസ് ആണ്. തിയറി ഒന്നും എഴുതണമെന്നില്ല കേട്ടോ, ഇത് നിങ്ങൾ വായിച്ച് പഠിച്ചാലും മതി. ഇക്വേഷൻ എഴുതണേ, മറ്റു മൊഡ്യൂളിൽ പോലെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്, അല്ലാതെ ഡെറിവേഷൻ ഒന്നും ഇല്ല നമുക്ക്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യാവേ, ഒരു സെക്കൻഡ്. ഷെയർ ചെയ്തില്ല, ചെയ്യാൻ പോണേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സെറ്റിൽമെൻറ്റ് അനാലിസിസ്, അതാണ് തേർഡ് മൊഡ്യൂള്. സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ട്രക്ചറിൻ്റെ ബേസിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ സെറ്റിൽമെൻറ്റ് ഉണ്ടായി കഴിയുമ്പം അതിൻ്റെ യൂണിഫോമിറ്റി എങ്ങനെയാണ്, അത് എത്ര മാഗ്നിറ്റ്യൂഡിലാണ് ഉണ്ടാവുന്നത്, ആ സ്ട്രക്ചറിൻ്റെ നേച്ചർ എന്താണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് സെറ്റിൽമെൻ്റ് ആണ് നമുക്ക് യൂഷ്വലി ഉള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാം ചോദിക്കാറുണ്ട് ടൈപ്സ് ഓഫ് സെറ്റിൽമെൻറ്റ്. ഒന്നാമത്തെയാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ്, അതിനെ സഫിക്സ് I കൊണ്ട് ഡിനോട്ട് ചെയ്യും. രണ്ടാമത്തേതാണ് കൺസോളിഡേഷൻ അല്ലെങ്കിൽ പ്രൈമറി സെറ്റിൽമെൻറ്റ്, SC എന്ന് പറയും. മൂന്നാമത്തേതാണ് സെക്കൻഡറി കൺസോളിഡേഷൻ, സഫിക്സ് S എന്ന് പറയും. ഓക്കെ, ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് സെറ്റിൽമെൻറ്റ്. ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് പേര് പോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവുന്ന ഒരു സെറ്റിൽമെൻ്റ് ആണ്. അതായത് ഒരു കൺസ്ട്രക്ഷൻ നടന്നു, ആ കൺസ്ട്രക്ഷൻ നടന്നതിൻ്റെ തൊട്ട് പുറകെ വിത്തിൻ 7 days എന്ന് നമ്മളൊരു ലിമിറ്റ് പറയും. കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തി, ആ നടത്തിയതിന് വിത്തിൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ആ ലിമിറ്റേഷൻ നമ്മൾ പറയുമ്പം 7 days ആണ് യൂഷ്വലി പറയുക. അതിനുള്ളിൽ നടക്കുന്ന സെറ്റിൽമെൻറ്റിനെയാണ് യൂഷ്വലി നമ്മൾ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി കൺസ്ട്രക്ഷൻ. ഇതിന് നമുക്ക് വേറൊരു പേരും പറയും, ഡിസ്റ്റോർഷൻ സെറ്റിൽമെൻറ്റ്. ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള കാരണം, അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ സെറ്റിൽമെൻറ്റ് എന്ന് നമ്മൾ പറയാൻ കാരണം, സോയിലിൻ്റെ മുകളിലാണല്ലോ നമ്മൾ ഈ സ്ട്രക്ചർ കെട്ടിപ്പൊക്കുന്നത്. അപ്പം ഈ ലോഡ്, സ്ട്രക്ചറിൻ്റെ ആ വെയിറ്റ് മൊത്തം വരുമ്പോൾ എന്ത് ചെയ്യും, ഈ സോയിലിനകത്തുള്ള പാർട്ടിക്കിൾസ്, അതിൻ്റെ സ്ട്രക്ചർ തന്നെ ചെറിയ രീതിയിൽ ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പം അങ്ങനെ ചെറിയൊരു അറേഞ്ച്മെന്റ് ആ സോയിലിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സെറ്റിൽമെന്റ് ആണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു സോയിലിലെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇലാസ്റ്റിക് തിയറി ഫോർ കൊഹസീവ് സോയിൽ, അങ്ങനെ ഒരു തിയറി ഉണ്ട്. ആ തിയറി വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി കൊഹസീവ് സോയിലിൻ്റെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് കൺസോളിഡേഷൻ സെറ്റിൽമെന്റ്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൺസോളിഡേഷൻ? നമ്മൾ പഠിച്ചതാ CT1 ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്.
ലാസ്റ്റ് മൊഡ്യൂളല്ലല്ലോ, സെക്കൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂളിൽ കോമ്പാക്ഷനും പഠിച്ചു, കൺസോൾട്ടേഷനും പഠിച്ചു. എന്താണ് കൺസോൾട്ടേഷൻ? എന്താണ്? അവിടെ ഉള്ള വെള്ളം കളയുന്ന സെറ്റപ്പ് അല്ലേ? വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോവാണ് കൺസോളിഡേഷൻ. അതിനെ പറയുന്ന സെറ്റിൽമെന്റ് ആണ് കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ പ്രൈമറി സെറ്റിൽമെന്റ്. അതായത് നമ്മൾ ലോഡ് ഉണ്ട്, ആ ലോഡ് സോയിലിൽ വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ആ സോയിലിന്റെ ഇടയിൽ വോയിഡ്സിലുള്ള വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകും. ആ വാട്ടർ എക്സ്പെൽഷൻ മൂലം ഉണ്ടാകുന്ന സെറ്റിൽമെന്റ് ആണ് കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഗ്രാജുവലി വോയിഡ്സിൽ നിന്ന് വാട്ടർ എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോകും. ആ ടൈമിൽ ഉണ്ടാവുന്ന സെറ്റിൽമെന്റ്, വാട്ടറിന്റെ എക്സ്പെൽഷൻ കൊണ്ടാണ് സെറ്റിൽമെന്റ് ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി സെറ്റിൽമെന്റ് അല്ലെങ്കിൽ കൺസോളിഡേഷൻ സെറ്റിൽമെന്റ് എന്ന് പറയും. ടെർസാഗിസ് തിയറി വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി ഇതിനെ അനലൈസ് ചെയ്യുന്നത്. അടുത്തതാണ് സെക്കൻഡറി കൺസോളിഡേഷൻ. സെക്കൻഡറി കൺസോളിഡേഷൻ ആണ് മൂന്നാമത്തെ. എസ് സഫിക്സ് എസ് എന്ന് പറയും, ഡിനോട്ട് ചെയ്യും. ഇത് പ്രൈമറി കൺസോളിഡേഷന് ശേഷം, പ്രൈമറി കൺസോളിഡേഷൻ നടന്നതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്ന എല്ലാ സെറ്റിൽമെന്റും നമ്മൾ യൂഷ്വലി സെക്കൻഡറി കൺസോളിഡേഷൻ എന്നാണ് പറയുക. ഓക്കെ, നമ്മൾ ഇനീഷ്യൽ കൺസോളിഡേഷനും സെക്കൻഡറി കൺസോളിഡേഷനും പഠിച്ചു ഫോർത്ത് മൊഡ്യൂള്. അതേപോലെ തന്നെയാണ് കൺസോളിഡേഷനിൽ പ്രൈമറി കൺസോളിഡേഷനും സെക്കൻഡറി കൺസോളിഡേഷനും. അപ്പം പ്രൈമറി കൺസോളിഡേഷനിൽ ആ വാട്ടർ എല്ലാം പുറത്തേക്ക് പോയി ഗ്രാജുവലി പതുക്കെ പോയി ഉണ്ടാവുന്നതാണ് പ്രൈമറി. അതിനുശേഷം പിന്നീട് ആ സോയിലിൽ ഉണ്ടാവുന്ന സെറ്റിൽമെന്റ്, പ്രൈമറി കൺസോളിഡേഷന് ശേഷം കംപ്ലീറ്റ് ആയതിനു ശേഷം ആ സോയിൽ ഉണ്ടാവുന്ന സെറ്റിൽമെന്റിനെയാണ് നമ്മൾ സെക്കൻഡറി കൺസോളിഡേഷൻ എന്ന് പറയാം. ഒരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറി കൺസോളിഡേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സെക്കൻഡറി കൺസോളിഡേഷൻ. നമ്മൾ കൺസോളിഡേഷൻ ഫോർത്ത് മൊഡ്യൂൾ പഠിച്ചപ്പം കോഎഫിഷ്യന്റ് ഓഫ് സെക്കൻഡറി കൺസോളിഡേഷൻ എന്നൊരു ടേം പഠിച്ചാണ്. അത് കണ്ടുപിടിക്കാൻ ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡറി കൺസോളിഡേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമുക്കൊരു സോയിൽ സാമ്പിൾ തന്നു കഴിഞ്ഞാൽ ആ സോയിലിലെ ടോട്ടൽ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു പ്ലേസ് ഉണ്ട്, അവിടുത്തെ ടോട്ടൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഈ മൂന്ന് സെറ്റിൽമെന്റും കൂടുന്നതാണ്. ആദ്യത്തെ ഇലാസ്റ്റിക് സെറ്റിൽമെന്റ് ഉണ്ടാവും, രണ്ടാമത്തെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ കൺസോളിഡേഷൻ സെറ്റിൽമെന്റും, അതിൻ്റെ കൂടെ സെക്കൻഡറി കൺസോളിഡേഷൻ സെറ്റിൽമെന്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ ഒരു സോയിലിൻ്റെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഒരു ടോട്ടൽ സെറ്റിൽമെന്റ്. നമ്മളോട് ഒരു ക്വസ്റ്റ്യനിൽ സെറ്റിൽമെന്റ് കാണാൻ പറഞ്ഞാൽ ഈ മൂന്ന് സെറ്റിൽമെന്റിന്റെയും വാല്യൂസ് അല്ലെങ്കിൽ ഈ മൂന്ന് സെറ്റിൽമെന്റും കൂടെ കൂടുന്നതാണ് ആ സോയിലിലെ ടോട്ടൽ സെറ്റിൽമെന്റ്. ബിൽഡിങ്ങിന്റെ കേസ് ഇപ്പൊ ബിൽഡിംഗ് വെക്കുവാണെങ്കിൽ അതൊന്നും എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പുതിയതായിട്ടൊരു ബിൽഡിംഗ് വെക്കുവാന്നിരിക്കട്ടെ, അതിന്റെ സെറ്റിൽമെന്റ് ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ട് വരുന്നുണ്ടോ? ഫൗണ്ടേഷനിൽ 3 സ്റ്റേജ് ആയിട്ട് ശരിക്കും നമുക്ക് അനലൈസ് ചെയ്യാൻ, ഫിസിക്കലി നമുക്കത് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഈ 3 തിയറംസ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. പ്രൈമറി ഇനീഷ്യലി ഉണ്ടാവുന്ന സെറ്റിൽമെന്റ് നമ്മൾ ഇലാസ്റ്റിക് തിയറി വെച്ചാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കൺസോൾട്ടേഷൻ ആണെങ്കിൽ അത് ടെർസാഗിസ് തിയറി ഫോർ കൺസോൾട്ടേഷൻ, ആ ഒരു ഇതുണ്ട്, അതിൽ നിന്നാണ് ചെയ്യണേ. മൂന്നാമത്തത് സെക്കൻഡറി കാണണമെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ. ഇതിങ്ങനെ സെപ്പറേറ്റ് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. കാരണം ഫിസിക്കലി നമുക്കത് കണ്ടുപിടിച്ച് വാല്യൂ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സോയിലിന് മൊത്തത്തിൽ എത്ര സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി മെഷർ ചെയ്യാറ്. ആ മെഷർ ചെയ്യുന്ന വാല്യൂ ഇപ്പം താഴെ കാണിച്ചു തരാം. ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണാനായിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇലാസ്റ്റിക് തിയറി വെച്ചിട്ട് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം, അത് കാണാൻ ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, സെക്കൻഡറി കൺസോൾട്ടേഷനും പ്രൈമറി കൺസോൾട്ടേഷനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ തിയറംസ് യൂസ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ ടോട്ടൽ സെറ്റിൽമെന്റ് എന്ന് പറയാം. നമ്മൾ ഫീൽഡ് ചെയ്യുമ്പം എനിക്കറിയില്ല, ഒരു പക്ഷെ നമുക്ക് ചെയ്യുമ്പം മൂന്നിൻ്റെയും കൂടെ വാല്യൂ ഒറ്റൊരു വാല്യൂ ഒരുമിച്ചുള്ളൊരു വാല്യൂ ആയിരിക്കാം നമുക്ക് ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സോയിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പം അത് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അത്ര പരിചയമില്ല. നമ്മൾ ഫീൽഡിലല്ല ലാബിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് ചെറിയ
കൺഫ്യൂഷൻസ് ഉണ്ട്. ഒന്നാമത് എൻ്റെ ഒരു അറിവിൽ ചെയ്യുന്നത് പ്ലേറ്റ് ലോ ടെസ്റ്റ് ഉണ്ട്. പ്ലേറ്റ് ലോ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫീൽഡിൽ കൊണ്ടുപോയി പ്ലേറ്റ് ലോ ടെസ്റ്റ് കണ്ടക്ട് ചെയ്താണ് എത്രത്തോളം സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ കിട്ടുന്ന സെറ്റിൽമെന്റ് നമുക്ക് ശരിക്കും ഈ മൂന്നും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഈ ഫീൽഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് പ്ലേറ്റ് ലോഡ് ചെയ്യാറുണ്ട് ഫയലിന്. അപ്പൊ ഈ പ്ലേറ്റ് ലോ ടെസ്റ്റിൽ നിന്നാണ് ഈ സെറ്റിൽമെന്റിന്റെ വാല്യൂ എഴുതുന്ന മിക്ക സോയിൽ റിപ്പോർട്ടിലും എഴുതുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിനപ്പുറത്ത് വേറെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അത്ര ഐഡിയ ഇല്ല. എനിക്ക് യൂഷ്വലി കണ്ടേക്കണതും കേട്ടേക്കണതും ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പ്ലേറ്റ് ലോ ടെസ്റ്റ് ആണ്. ബോർ ചെയ്യാറുണ്ട്. ബോർ ചെയ്യുമ്പോൾ ബോറിങ്ങിന്ന് ബോർ ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത് തന്നെ പ്ലേറ്റ് ലോ ടെസ്റ്റ് തന്നെയല്ലേ ചെയ്യുന്നത്? അല്ല, ബോർ ചെയ്തിട്ട് സോയിൽ സാമ്പിൾ എടുത്ത് നമ്മൾ എടുക്കാറുണ്ട്. അന്നേരം നമുക്ക് 3 വാല്യൂ കിട്ടാറുണ്ടോ? ഇങ്ങനെ 3 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടോ? ഓവർ ബോറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പ്രോബിങ് ഓവർ ബോറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടും നമുക്ക്. സോയിൽ സാമ്പിൾ എടുക്കുമ്പോൾ കിട്ടും. ബോറിംഗ് ചെയ്യുമ്പോൾ കിട്ടും. അത് ഞാൻ പറഞ്ഞ ഇതാണ്. ഇപ്പം ഷിജി ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, 3 നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് കിട്ടുന്നുണ്ടോ? സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും കിട്ടത്തില്ല. കിട്ടുന്നില്ല. അത് തിയറട്ടിക്കലി നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഫീൽഡ് ടെസ്റ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂയും ഇത് 3 കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അല്ലാതെ ഇത് 3 സ്പെസിഫൈ ചെയ്ത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോയെന്ന് എനിക്ക് അറിവ് കുറവാണ്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറയാം വേണമെങ്കിൽ. അല്ലാതെ നമുക്ക് തിയറട്ടിക്കലി കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ്റെ സൈസും കാര്യങ്ങളും അതിലെ ലോഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഈ 3 എണ്ണം ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ നമുക്കൊരു ഫീൽഡ് തന്നിട്ട് അവിടുത്തെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മിക്ക കേസിലും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫീൽഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിലേക്ക് വരാം. അതിനു മുന്നേ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കോസസ് ഓഫ് സെറ്റിൽമെന്റ്. എന്തൊക്കെ കാരണം കൊണ്ട് സെറ്റിൽമെന്റ് ഉണ്ടാവാം? എല്ലാവർക്കും അറിവാണ്, അണ്ടർ ഇറോഷൻ, സോയിൽ ഒലിച്ച് പോയി ക്യാവിറ്റീസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ആ ക്യാവിറ്റീസ് ഫോം ചെയ്താൽ എന്തുണ്ട്? സെറ്റിൽമെന്റ് ഉണ്ടാവാം. പിന്നെ സ്ട്രക്ചർ കൊളാപ്സ് ചെയ്യും. അതായത് ലോഡ് കൂടി കഴിയുമ്പോൾ സ്ട്രക്ചറിന് എന്തെങ്കിലും കൊളാപ്സ്, സോയിലിന്റെ സ്ട്രക്ചറിന് വരുന്ന കൊളാപ്സ്, സോയിലിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻസ് ഉണ്ടായാലും സെറ്റിൽമെന്റ് ഉണ്ടാവാം. തെർമൽ ചേഞ്ചസ്, ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ സോയിലിന് എക്സ്പാൻഷൻ സംഭവിക്കാം. ശ്രിങ്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എക്സ്പാൻസീവ് സോയിൽസിന്. അപ്പോൾ അന്നേരം എന്ത് സംഭവിക്കാം? സെറ്റിൽമെന്റ് ഉണ്ടാവാം. പിന്നെ ഫ്രോസ്റ്റ് ഹീവ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രോസ്റ്റ് ആക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിലാണ് യൂഷ്വലി ഫ്രോസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് സെറ്റിൽമെന്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ. പിന്നെ നിയർ ബൈ കൺസ്ട്രക്ഷൻസിൽ എന്തെങ്കിലും വൈബ്രേഷൻസോ ഷോക്സോ അങ്ങനെ എന്തെങ്കിലും അത്ര ഹെവി വൈബ്രേഷൻ ഷോക്സോ ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിലപ്പം സെറ്റിൽമെന്റ് സംഭവിക്കാം. മൈനിങ് സബ്സിഡൻസ്, എന്തെങ്കിലും നമ്മൾ മൈൻ ചെയ്തെടുത്തിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ, അവിടെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തുവാണെങ്കിൽ ചിലപ്പോൾ സെറ്റിൽമെന്റ് ഉണ്ടാവാം. പിന്നെ ലാൻഡ് സ്ലൈഡ്സ് കൊണ്ടുണ്ടാവാം, ക്രീപ്പ് കൊണ്ടുണ്ടാവാം, ചേഞ്ചസ് ഇൻ ദ വിസിനിറ്റി, അതായത് ആ സൈറ്റിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കൊണ്ടും ചിലപ്പോൾ സെറ്റിൽമെന്റ് ഉണ്ടാവാം. ഇത്രയും കാര്യങ്ങളാണ് ജനറലി നമ്മൾ സെറ്റിൽമെന്റിന് കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോണ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ആണ്. എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കൊഹസീവ് സോയിലിൽ എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയണത്. അത് നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത് ലീനിയർ തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ലീനിയർ ഇലാസ്റ്റിക് തിയറി എന്ന് പറയുന്ന ഒരു തിയറം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: SI ഈക്വൽ ടു QB. SI is equal to small letter Q into B into 1 minus mu square by ES into I. Q എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇൻ കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഒരു എം സ്ക്വയർ നമ്മൾ ആ ഫൗണ്ടേഷൻ ഇരിക്കുന്ന ഏരിയ എടുത്താൽ ആ ഏരിയയിൽ ഒരു എം സ്ക്വയറിൽ എത്രത്തോളം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണോ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആണ് സ്മോൾ ലെറ്റർ Q എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറയുന്ന എത്ര ഏരിയയിലാണ് ലോഡ് വരുന്നത്, അതായത് നമ്മൾ സ്ട്രക്ചർ കെട്ടിപ്പൊക്കുന്ന എത്ര വിട്ടിലാണ്, ആ വിട്ടാണ് B എന്ന് ഉദ്ദേശിക്കുന്നത്. ES എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ യങ്സ് മോഡുലസ് ആണ്.
മ്യൂ എന്ന് പറഞ്ഞാൽ പോയിസൺസ് റേഷ്യോ ആണ്. യൂഷ്വലി സാച്ചുറേറ്റഡ് ക്ലേ അല്ലെങ്കിൽ കൊഹസി സോയിലിന് നമ്മൾ 0.5 ആണ് പോയിസൺസ് റേഷ്യോ ആയിട്ട് യൂഷ്വലി എടുക്കാറുള്ളത്. ദെൻ ലാസ്റ്റ് ഒരു ടേം ആണ് ഐ. ഐ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഫാക്ടറാണ്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ്, ഒരു കൊഹസീവ് സോയിലിലെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിനകത്തൊരു ടേം ഉണ്ട് 1 - μ²/ES. ഈ 1 - μ²/ES എന്ന് പറയുന്ന ടേം നമുക്ക് കണ്ടുപിടിക്കുന്നത്, ആക്ച്വലി നമുക്ക് ആ വാല്യൂ കിട്ടുന്നത് പ്ലേറ്റ് ലോ ടെസ്റ്റിൽ നിന്നാണ്. അതെങ്ങനെ കിട്ടണമെന്ന് ആ പ്ലേറ്റ് ലോ ടെസ്റ്റ് പഠിക്കാനുണ്ട് ഈ മൊഡ്യൂളിൽ. അത് കിട്ടുമ്പോൾ പറഞ്ഞു തരാം എങ്ങനെയാണ് അതിൽ നിന്ന് 1 - μ²/ES കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എഴുതിയെടുക്കാമോ? ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ഓൺ കൊഹസീവ് സോയിൽ. ഇക്വേഷൻ എഴുതാം, അതിൻ്റെ ആ ടേംസും എഴുതി വെച്ചോളാം. പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആട്ടോ. ഇത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്, മിക്കവാറും ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. എഴുതിയോ? ഈ ഇലാസ്റ്റിക് സെറ്റിൽമെന്റും ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒന്നാണോ? ഇലാസ്റ്റിക് സെറ്റിൽമെന്റും അല്ല, അതിലങ്ങനെ അതെ, ഇലാസ്റ്റിക് സെറ്റിൽമെന്റും ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റും ഒന്ന് തന്നെയാണ്. ഇമ്മീഡിയറ്റ് ഓർ ഇലാസ്റ്റിക് സെറ്റിൽമെന്റ് സെയിം ആണ്. കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പ്രൈമറി സെറ്റിൽമെന്റ് എന്ന് പറയും രണ്ടാമത്തെ. മൂന്നാമത്തെ സെക്കൻഡറി സെറ്റിൽമെന്റ്. ഇത് കൊഹസീവ് സോയിലാണ്. നമുക്ക് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണാനേ പഠിക്കാനുള്ളൂ. കൺസോൾട്ടേഷനും സെക്കൻഡറിയും സിലബസിൽ ഇല്ല. അത് കുറേ ഉണ്ട്. ഇത് എഴുതിയോ? ഓക്കെ, ഏതെങ്കിലും ഞാനൊരു കാര്യം കാണിച്ചു തരാം, ഒരു വാല്യൂ കാണിച്ചു തരാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ഫാക്ടർ ഐ എന്ന് പറയുന്ന ടേം. ഇൻഫ്ലുവൻസ് ഫാക്ടർ നമ്മൾ ശരിക്കും
ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് നമ്മൾ ഇപ്പം എന്താ പറയണേ, ഒരു സോയിൽ സെമി ഇൻഫൈനൈറ്റ് ആണെന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ് ഫാക്ടർ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഷേപ്പാണ്. ഫൗണ്ടേഷൻ്റെ ഷേപ്പിനനുസരിച്ചാണ് ഈ ഇൻഫ്ലുവൻസ് ഫാക്ടർ നമ്മൾ പറയുക. അപ്പം അതും 2 ടൈപ്പ് ഫൂട്ടിങ് ഉണ്ടാവാം നമുക്ക്. ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങും ഉണ്ടാവാം, റിജിഡ് ഫൂട്ടിങ്ങും ഉണ്ടാവാം. ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങും റിജിഡ് ഫൂട്ടിങ്ങും ഷേപ്പ്, ഇതിനെ 3നെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം ഷേപ്പിനനുസരിച്ച് നമ്മൾ സർക്കുലർ, സ്ക്വയർ, റെക്റ്റാങ്കിൾ ഇങ്ങനെ 3 രീതിയിലാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഇൻഫ്ലുവൻസ് ഫാക്ടർ നമ്മൾ ചെയ്യുന്നത് സെൻറ്ററിൽ ഒരു വാല്യൂ ആയിരിക്കും, കോർണേഴ്സിൽ വേറെ വാല്യൂ ആയിരിക്കും. പക്ഷെ റിജിഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ അത് ഫുള്ളി റിജിഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിന് കോർണർ എന്നോ സെൻറ്റർ എന്നോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒറ്റ വാല്യൂ ആയിരിക്കും ഇൻഫ്ലുവൻസ് ഫാക്ടർ ഉണ്ടാവുകയുള്ളൂ. അത് സർക്കുലർ, സ്ക്വയർ, റെക്റ്റാങ്കുലർ അതിൻ്റെ വാല്യൂസാണ് ഈ തന്നിരിക്കുന്നത്. റെക്റ്റാങ്കിൾ ആകുമ്പോൾ ചെയ്യുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ L/B റേഷ്യോ, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എത്രയാണോ ആ റേഷ്യോ ഒരു 1.5 തൊട്ട് 100 വരെ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് ആണ് ഈ ടേബിളിൽ തരുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ് L/B റേഷ്യോ. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കണം. എവിടെയാണ് ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ ഫൂട്ടിംഗ് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഈ ടേബിളിലെ വാല്യൂസ് നിങ്ങൾക്ക് പഠിക്കണം എന്നില്ല എന്ന് വെച്ചാൽ അറ്റസ്റ്റ് ചെയ്ത് കയറ്റണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ക്വയറും സർക്കിളറും റെക്റ്റാങ്കിളിൻ്റെ വേണമെങ്കിൽ ആദ്യത്തെ 2 1.5ഉം 2ഉം വേണമെങ്കിൽ ഓർത്തു വെച്ചോ. റെക്റ്റാങ്കിൾ ഞാൻ ഓർത്തിരിക്കാൻ അധികം പറയില്ല, പക്ഷെ സർക്കിളും സ്ക്വയറും ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരുന്നു. ബാക്കി വാല്യൂസ് പഠിക്കണം എന്നില്ല, ഒരു വാല്യൂം പഠിക്കണം എന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആസസ് തരാറുണ്ട്. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ തന്നില്ല എങ്കിൽ സ്ക്വയറും സർക്കുലറും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ റെക്റ്റാങ്കിൾ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് എന്നും റിജിഡ് ഫൂട്ടിംഗ് എന്നും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞുതരാം. ഫ്ലെക്സിബിൾ ഫൂട്ടിങ്, റിജിഡ് ഫൂട്ടിങ് അത് നമ്മൾ ശരിക്കും അതിനകത്ത് ആ ഇൻഫ്ലുവൻസ് ഫാക്ടർ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനിൽ നിന്നാണ് അതിനെ അവർ ഫ്ലെക്സിബിൾ ഫൂട്ടിങ് അല്ലെങ്കിൽ റിജിഡ് ഫൂട്ടിങ് എന്നുള്ള രീതിയിൽ ഡെഫിനിഷൻ കൊടുത്തേക്കണേ. ഇനി അതിനൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റാഫ്റ്റ് ഫൂട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ഫ്ലെക്സിബിൾ ആയിട്ടാണ് പറയാം. അതായത് അതിപ്പോൾ എങ്ങനെ പറയാം, എന്നാൽ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ് ആണെങ്കിൽ അത് റിജിഡ് ആയിരിക്കും. അതിനൊരു രീതിയിലുള്ള മൂവ്മെൻറ്റ്സും പോസിബിൾ അല്ല. അതായത് ഒരു ഡീഫോർമേഷൻ, അതായത് ഐസൊലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ് അതിനുള്ള ഡീഫോർമേഷനൊക്കെ അത് റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ആ ഒരു ലോഡിനെ സോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഫ്ലെക്സിബിൾ ഫൂട്ടിങ്ങിനാകുമ്പം അതിൻ്റെ ഏരിയ എന്താ പറയാ, ഡീഫോം ചെയ്ത് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതിപ്പോൾ ഞാൻ എങ്ങനെ പറഞ്ഞെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഡീഫോം ചെയ്ത് അതിൽ വരുന്ന ലോഡ്, അതായത് ഒരു കോളത്തിൽ വരുന്ന ലോഡ് കൂടുതലും ഒരു കോളത്തിൽ വരുന്ന ലോഡ് കുറവാണെന്ന് വിചാരിക്കുക. റാഫ്റ്റ് എന്ന് പറയുമ്പം എൻറ്റയർ ആ സ്ട്രക്ചറിനെ കവർ ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ ലോഡുകൾ ഒരിക്കലും എങ്ങനെയായിരിക്കില്ല, ഈക്വൽ ആവണം നിർബന്ധമില്ല. അപ്പോൾ ഈ വരുന്ന ഓരോ ലോഡിനെയും അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ആ റാഫ്റ്റിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാം, അതിന് ഈക്വലൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ശരിക്കും ഒരു ഡീഫോർമേഷൻ അല്ലെങ്കിൽ ആ വാല്യൂവിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആക്കി അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐസൊലേറ്റഡ് ആവുമ്പോൾ എന്താണ്, ഒരു കോളത്തിൽ ഒരു ലോഡേ ഉള്ളൂ, ആ ലോഡിനെ ആശ്രയിച്ചാണ് ആ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ് നമ്മൾ സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ അതല്ലാതെ വേറൊരു റീഅറേഞ്ച്മെന്റ് ഇല്ല, ആസച്ച് ലോഡിനെ ഉള്ള ഏരിയയിൽ ഡിവൈഡ് ചെയ്ത് വിടുന്നു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിലാണ് ഫ്ലെക്സിബിൾ റിജിഡ് എന്ന് പറയാം.
ഓക്കെ ആയോ? ഓക്കെ ഓക്കെ. നമ്മൾ ഫ്ലെക്സിബിളിന് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം റാഫ്റ്റ് ആണ്. കാരണം റാഫ്റ്റിൽ ഒരിക്കലും ലോഡ് എന്താണ് ഒരു ഈക്വൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ആയിരിക്കില്ല. അതിൻ്റെ ഈ കോളത്തിൽ വരുന്ന ഇൻറ്റൻസിറ്റി അനുസരിച്ച് വേരിയേഷൻസ് വരാം. പക്ഷെ ഐസൊലേറ്റഡിന് എന്താണ് ഒരു ലോഡ് 200 കിലോ ന്യൂട്ടനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ലോഡിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ആണ് ആ ഐസൊലേറ്റഡ് ഫൂട്ടിങ് വരാം. അപ്പം അത്രയും ഡിസ്ട്രിബ്യൂഷൻസ്, അത്രയും ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്യുന്നത്. അത് അതിൽ കൂടുതലൊന്നും ചെയ്യില്ല. മറ്റേ റാഫ്റ്റിൽ അങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ലോഡ് ഒരു കുളത്തിൽ കൂടുതലും ഒരു കുളത്തിൽ കുറവും അതിനനുസരിച്ച് അത് യൂണിഫോംലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെയാണ് എനിക്കതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വേറെ രീതിയിൽ എങ്ങനെ പറഞ്ഞു തരും എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, അടുത്തത് ഓക്കെ മിസ്. ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ഓൺ കൊഹഷൻലെസ് സോയിൽ. ഒരു കൊഹഷൻലെസ് സോയിൽ ആണെങ്കിൽ എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണുന്നത്? ഇതാണ് ഇക്വേഷൻ. SI is equal to C1 C2 into Q bar minus Q into sigma Z equal to 0 to 2B IZ by ES into delta Z. ഈ ഇക്വേഷൻ എഴുതാം. എന്താന്ന് താഴേക്ക് പറഞ്ഞുതരാം, കാണിച്ചു തരാം. കൊഹഷൻ ലെസ് സോയിലാണ്. IZ by ES എന്നാണ്. യങ്സ് മോഡുലസ് ഓഫ് സോയിൽ ES. IZ by ES, യങ്സ് മോഡുലസ് ഓഫ് സോയിൽ. IZ by EZ into delta Z. ഇനി ഓരോ ടേമും എന്താന്ന് പറയാം. IZ divided by ES അല്ലേ? ES യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ, അല്ല സോയിൽ, സ്റ്റീലും പോയിട്ട് സോയിൽ. ES അല്ലേ? EZ അല്ലല്ലോ. ഈ മറ്റേ ഇത് ES. ES മോളിൽ എഴുതിയില്ലേ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സോയിൽ, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് സോയിൽ. എന്താന്ന് പറയാം, ടേംസ് വരുന്നുണ്ട്. ES എഴുതിയോ? C1 C2 കൂടെ വേണേ എഴുതിക്കോ, പറയാം എന്താന്ന്. എഴുതിയോ? C1 C2 തെറ്റിക്കരുത് കേട്ടോ. ആ ഇക്വേഷൻ എന്തെന്ന് പറയാം.
എഴുതിയോ? ആ എഴുതിയോ സാർ? ഇല്ല സർ. ആദ്യത്തെ ടേമാണ് C1. C1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെപ്തിന് കൊടുക്കുന്ന ഒരു കറക്ഷൻ ഫാക്ടർ ആണ്. അത് നമ്മൾ സോയിലുള്ള സർചാർജ്, സോയിലിന്റെ മുകളിൽ എത്രത്തോളം സർചാർജ് ആണോ ബേസ് ലെവലിലൊക്കെ വരുന്നത്, അതിന്റെ ബേസിസിലാണ് ആ C1ന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഇക്വേഷൻ 1 - 0.5 ഇൻറ്റു Q/Q⁻⁻Q. Q എന്ന് പറഞ്ഞാൽ സോയിലിലെ യൂണിറ്റ് വെയിറ്റ് ആണ്, അല്ലെങ്കിൽ സോയിലിലെ സർചാർജ് ആണ്. ഓക്കെ. Q⁻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഷന്റെ ലെവലിൽ, സോയിലിലെ ഫൗണ്ടേഷൻ ഏത് ലെവലിലാണോ ആ ലെവലിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ, അതിനെയാണ് Q⁻. താഴെ എഴുതിയിട്ടുണ്ട്, കാണിച്ചു തരാം. അടുത്ത കോൺസ്റ്റന്റ് ആണ് C2. സോയിലിൽ ക്രീപ്പ് ഉണ്ടാവും, ആ ക്രീപ്പിന് കൊടുക്കുന്ന ഒരു കറക്ഷൻ ഫാക്ടറാണ് C2 എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ 1 + 0.2 log 10 to the base, ആ ബേസ് മാറിപ്പോകരുത്, ലോഗിന്റെ ബേസ് 10 ആണ്, ഇൻറ്റു log 10 to the base ടൈം ഇൻ ഇയേഴ്സ്, എത്ര വർഷം, ഡിവൈഡഡ് ബൈ 0.1. ഓക്കെ. ക്രീപ്പ് ഓഫ് ദി സോയിൽ, എന്താ ക്രീപ്പ് ഓഫ് ദി സോയിൽ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ സോയിലിന് എങ്ങനെ ക്രീപ്പ് ഉണ്ടാവുന്നത്? സസ്റ്റൈൻഡ് ലോഡ് കൊണ്ട് നീങ്ങി പോണാണോ? സസ്റ്റൈൻഡ് ലോഡ് കൊണ്ടല്ല, കുറെ കാലമായിട്ട് ഇരിക്കുന്ന ലോഡില്ലേ ഫൗണ്ടേഷൻ? അതിന് സസ്റ്റൈൻഡ് എന്നല്ല പറയാ, ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സോയിലിനുണ്ടാവുന്ന ഡൗൺവേർഡ് മൂവ്മെന്റ്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു സ്ലോപ്ഡ് സർഫസ് ആണ്, അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയ ആണ്, അപ്പം അങ്ങനെയൊക്കെയുള്ള ഏരിയ ആണെങ്കിൽ സ്ലോപ്പ് ഉണ്ട്, ഗ്രാവിറ്റിയുടെ ആക്ഷൻ കൊണ്ട് ചിലപ്പം സോയിൽ എന്ത് ചെയ്യില്ല, സോയിൽ എന്ത് ചെയ്യാം, പതുക്കെ 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 വളരെ മൈന്യൂട്ടായിട്ട് അതിങ്ങനെ താഴേക്ക് മൂവ്മെന്റ് സംഭവിക്കാം. അങ്ങനെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സോയിലിന് ക്രീപ്പ് എന്ന് പറയാം. ഗ്രാവിറ്റിയുടെ ആക്ഷനിലാണ് യൂഷ്വലി സോയിലിന് ക്രീപ്പ് ഉണ്ടാകാറുള്ളൂ. അപ്പം അത് ടൈം ബീയിങ് പ്രോസസ്സാണ്, പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ആ കോൺസ്റ്റന്റ് കാണാൻ നേരത്തെ ഒരു ടൈം ഫാക്ടർ അതിനെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓക്കെ. അടുത്തത് Q⁻ ആണ്. Q⁻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പ്രഷർ അറ്റ് ദി ലെവൽ ഓഫ് ഫൗണ്ടേഷൻ, ഫൗണ്ടേഷന്റെ ലെവലിലുള്ള പ്രഷറിനെയാണ് Q⁻ എന്ന് പറയാ. സ്മോൾ ലെറ്റർ Q എന്ന് പറഞ്ഞാൽ സർചാർജ് ആണ്, അത് കാണാനുള്ള ഇന്റൻസിറ്റി γ/dF ആണ്. ES യങ്സ് മോഡുലസ് ഓഫ് സോയിൽ ആണ്. IZ, മറ്റേടത്ത് I ആയിരുന്നു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് IZ ആണ്. IZ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിൻ ഇൻഫ്ലുവൻസ് ഫാക്ടർ, സോയിലിൽ ഉണ്ടാവുന്ന സ്ട്രെയിനിങ് എത്രത്തോളമാണോ അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഇൻഫ്ലുവൻസ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ആ വാല്യൂ നമ്മളുടെ ഫൗണ്ടേഷന്റെ സൈസ് മീൻസ് ഷേപ്പ് ഏതാണോ അതിനനുസരിച്ച് IZന്റെ വാല്യൂ വേരി ചെയ്യും. സ്ക്വയറോ അല്ലെങ്കിൽ സർക്കുലറോ ആണെങ്കിൽ IZന്റെ വാല്യൂ ഡെപ്ത് 0, Z ഈക്വൽ ടു 0-യിലാണെങ്കിൽ 0.1 ആയിരിക്കും. Z ഈസ് ഈക്വൽ ടു 0.5 ടൈംസ് ബേസ് 5 ടൈംസ് വിഡ്ത്ത് ആണെങ്കിൽ 0.5 ആയിരിക്കും. Z ഈസ് ഈക്വൽ ടു 2B ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ ഫ്രെയിം ചെയ്തപ്പം ഈ Z എന്ന് പറയുന്ന ഡെപ്ത് നമ്മൾ എത്ര ഡെപ്ത് ആണ് കൺസിഡർ ചെയ്തേക്കണേ എന്നുള്ളതാണ് പറയുന്നത്. സ്ക്വയറും സർക്കുലറും ആയിരുന്നപ്പം Z ഈക്വൽ ടു 0 to 2B വരെ, 2 ടൈംസ് B വരെയുള്ള ഡെപ്തിലാണ് നമ്മൾ ഈ സ്റ്റഡീസ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സിഗ്മ Z ഈക്വൽ ടു 0 to 2B എന്ന് എഴുതാൻ കാരണം, സ്ക്വയറോ സർക്കുലറോ ആണെങ്കിൽ. ഇനി അത് നേരെ തിരിച്ച് റെക്ടാങ്കുലർ ആണെങ്കിൽ എഴുതാൻ സമയം തരാവേ. ഇനി അത് മറിച്ച് റെക്ടാങ്കുലർ ആണെങ്കിൽ L/B റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇസഡിന്റെ ഡെപ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് അത് Z ഈക്വൽ ടു 0 to 4 ടൈംസ് B വരെയാണ് നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നേരത്തെ കൺസിഡർ ചെയ്ത്. അപ്പോൾ IZന്റെ വാല്യൂ 0.2, 0.50 ആയിരിക്കും. അപ്പം ഇവിടെ റെക്ടാങ്കുലർ ആകുമ്പം ഈ സമ്മേഷന്റെ ഇവിടെ എന്ത് വരും, Z ഈക്വൽ ടു 0 to 4 ടൈംസ് B ആവും. ക്ലിയർ ആയോ? ഈ സമ്മേഷന്റെ മുകളിൽ എഴുതിയേക്കുന്ന ആ ഡെപ്ത് കണ്ടീഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ. നമ്മള് IZന്റെ വാല്യൂ സ്ട്രെയിൻ ഇൻഫ്ലുവൻസ് ഫാക്ടർ IZ നമ്മൾ കണ്ടുപിടിക്കണം. IZ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെപ്തിനനുസരിച്ചാണ്. ഓക്കെ. ആ ഡെപ്തിന് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നേരത്തെ ഫൂട്ടിങ്ങിന്റെ ഷേപ്പ് എന്താണോ അതിനനുസരിച്ചാണ് കണ്ടുപിടിച്ച് വെച്ചേക്കണേ. അപ്പം
സ്ക്വയറോ സർക്കുലറോ ആണെങ്കിൽ നമ്മൾ ഐസെഡ് കാണാൻ വേണ്ടിയിട്ട് ഡെപ്തിന് നമ്മൾ ലിമിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി നടന്നപ്പം ഇസഡ് ഈക്വൽ ടു 0 to 2b. അപ്പം ഇസഡിന്റെ വാല്യൂ 0 ആകുമ്പോൾ, അതായത് ഗ്രൗണ്ട് ലെവലിലാണ് എങ്കിൽ ഐസിന്റെ വാല്യൂ 0.1 ആയിരിക്കും. ഇസഡ് ഈസ് ഈക്വൽ ടു 0.5 ടൈംസ് ബി. നമ്മൾ ആ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് എത്രയാണോ അതിന്റെ 0.5 ടൈംസ് ഡെപ്തിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഐസിന്റെ വാല്യൂ 0.5 ആയിരിക്കും. ഇസഡ് ഈക്വൽ ടു 2 ടൈംസ് ബി ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പം സ്ക്വയറോ സർക്കുലറോ ആണെങ്കിൽ ഡെപ്ത് വേരി ചെയ്യുന്ന ഇസഡ് ഈക്വൽ ടു 0 to 2b വരെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ മോളിൽ ഇക്വേഷനിൽ കണ്ടോ സം ഓഫ് ഇസഡ് ഈക്വൽ ടു 0 to 2b എന്ന് വരാൻ കാരണം. ഓക്കെ, ഇനി നേരെ മറിച്ച് റെക്റ്റാങ്കുലർ ആണെങ്കിൽ L/B റേഷ്യോ ആദ്യം കൺസിഡർ ചെയ്യും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ Z ഈസ് ഈക്വൽ ടു 0 to 4 ടൈംസ് ബി വരെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. Z ഈക്വൽ ടു 0യും Z ഈക്വൽ ടു ബി, Z ഈക്വൽ ടു 4b. അതിന് കറസ്പോണ്ടിങ് ഐസിന്റെ വാല്യൂ 0.2, 0.5, 0 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചോദിക്കാം L/B റേഷ്യോ 1നും 10നും ഇടയ്ക്കാണെങ്കിൽ 1നും 10നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഇന്റർപോളേഷൻ മെത്തേഡിലാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യം എഴുത്. എന്നിട്ട് ഇനി താഴേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. ഇവിടെ വരെ എഴുതിക്കേ. എഴുതിയോ? എഴുതിയോ? എഴുതി സർ. ഓക്കെ, താഴേക്ക് കാണിക്കാം. ഫോർ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് അത് ഫുൾ എഴുതിക്കോ. താഴേക്ക് ഞാൻ പറയാം കേട്ടോ. ആ സ്ക്വയർ ഫുട്ടിങ്ങിന്റെ ഇൻഫ്ലുവൻസ് ഫാക്ടർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്ന് താഴത്തേക്ക് നിറക്കി 4b.
മിസ് ഈ ഇസഡ് എന്ന് പറയുന്നത് ഡെപ്ത് അല്ലേ പറയുന്നത്? ആ ഡെപ്ത് ഫിഗർ ഉണ്ട്, ഫിഗർ കാണിച്ചു തരാം. താഴെ ഉണ്ട് ഫിഗർ. അതിനൊരു പ്രൊസീജിയർ ഉണ്ട് ചെയ്യണേ. അത് പറയുമ്പോൾ ഞാൻ ഫിഗർ കാണിച്ചു തരാം. ഒരു പ്രോബ്ലം ഉണ്ട് ഇത് വെച്ച് ചെയ്യാനുള്ള, കാണിച്ചു തരാൻ നേരം. ഇസഡ് ഡെപ്ത് ആണ്. എഴുതിയോ? താഴേക്കാണെങ്കിൽ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. ഓക്കെ. ഇനി ഇതിനകത്ത് ES എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, യങ്സ് മോഡുലസ് ഓഫ് സോയിൽ. അത് നമ്മൾ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റിൽ നിന്ന് N എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണേ. യൂഷ്വലി അതെന്ന് പറഞ്ഞാൽ 766 N ആണ്. N എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ ആണ്. ഇനി സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പർ N എന്ന് പറയുന്നത്. ഇനി അത് തന്നെ നമുക്ക് സ്റ്റാറ്റിക് കോൺ പെനിട്രേഷൻ മെത്തേഡ് എന്ന് പറയും. സ്റ്റാറ്റിക് കോൺ പെനിട്രേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ES is equal to 2 times QC ആണ്. അല്ല, QC എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് കോൺ പെനിട്രേഷൻ റെസിസ്റ്റൻസ് ആണ്. അടുത്ത മൊഡ്യൂളിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട് സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ നമ്പറും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും. ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂൾ. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന എന്നിൻ്റെ വാല്യൂ വെച്ചിട്ടാണ്, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ വഴിയാണ് നമ്മൾ യങ്സ് മോഡുലസ് കണ്ടുപിടിക്കണമെങ്കിൽ ES എന്ന് പറയുന്നത് 766 N ആയിരിക്കും. കോൺ പെനിട്രേഷൻ, സ്റ്റാറ്റിക് കോൺ പെനിട്രേഷൻ ടെസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ES is equal to 2 times QC ആയിരിക്കും. QC എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് കോൺ പെനിട്രേഷൻ റെസിസ്റ്റൻസ് ആണ്. എഴുതിയോ? ഏതാ മിസ്സേ ഇത് ഈ ലാസ്റ്റ്? ES is equal to 2C ഇതും കൂടെ എഴുതിയോ? അതെഴുതി.
ഓക്കെ, ഇനി ഇത് പ്രൊസീജിയറാണ്, ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. ഈ ഫിഗർ നിങ്ങൾ വരച്ചോളാം, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എഴുതണമെങ്കിൽ എഴുതിക്കോളാം, ഇല്ലെങ്കിൽ നോട്ട് നോക്കി പഠിച്ചാലും മതി. ഓക്കെ, ഇപ്പം എഴുതിയെടുക്കണം എന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെന്ന് പറയണത് കൊഹസ്റ്റൻ ലെസ് സോയിലിൽ നമുക്ക് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫൂട്ടിങ്, അതിൻ്റെ ഡെപ്ത് DF ഉണ്ടായിരിക്കും, സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, അതിൻ്റെ IZ വാല്യൂസ് ആണ് ദേ ഈ ആക്സിസിൽ മാർക്ക് ചെയ്തത്. IZ ഓരോ ഡെപ്തിന് കറസ്പോണ്ടിങ് IZ വാല്യൂസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ഡെപ്ത് കൺസിഡർ ചെയ്യുന്ന Z = 2 ടൈംസ് വിഡ്ത്ത് വരെയാണ് നമ്മൾ മാക്സിമം കൺസിഡർ ചെയ്യുന്ന ഡെപ്ത്. റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണെങ്കിൽ Z = 4 ടൈംസ് വിഡ്ത്ത്. ആ രീതിയിലായിരിക്കും ഡെപ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം അത്രയും ഡെപ്തിലാണ് നമ്മൾ സ്റ്റഡീസ് ചെയ്യുന്നത്. ആ ഉള്ള ടോട്ടൽ ഡെപ്തിനെ ചെറിയ ചെറിയ ഡെപ്തുകളായിട്ട്, അതായത് ΔZ വരുന്ന ഇന്റർവെല്ലിൽ വരുന്ന ഈക്വൽ ഇന്റർവെൽസിൽ വരുന്ന ചെറിയ ചെറിയ ഡെപ്തുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ സോയിലും അല്ലെങ്കിൽ ഓരോ കറസ്പോണ്ടിങ് ഡെപ്തിലും വരുന്ന IZ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഓരോ ചെറിയ ചെറിയ ΔZ, അതാണ് ഈ ചെറിയ ΔZ. അങ്ങനെ ചെറിയ ചെറിയ ഡെപ്തിലുള്ള ഓരോരോ ΔZ ഡെപ്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അത് കൺസിഡർ ചെയ്ത് ചെയ്യുന്ന മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് Z = 2 ടൈംസ് B ആയിരിക്കും സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ. റെക്ടാങ്കുലർ ആണെങ്കിൽ Z = 4 ടൈംസ് B ആയിരിക്കും. അതിനുശേഷം നമുക്കൊരു ടേബിളിൽ വാല്യൂസ് നമ്മൾ ചെയ്യുക. ഓരോ കാണിച്ചു തരാം, പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കണ്ടോ, ഒരു 5 മീറ്റർ ഡെപ്ത് ഉണ്ട്. 5 മീറ്റർ ഡെപ്തിനെ നമ്മൾ ചെറിയ 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 ΔZ വാല്യൂസ് ആക്കി ചെറിയ ചെറിയ ഡെപ്ത് കൺസിഡർ, അതായത് ഓരോ 1 മീറ്റർ പോലെയുള്ള ചെറിയ ചെറിയ ഡെപ്ത് കൺസിഡർ ചെയ്തു. ആ ഓരോ ഡെപ്തിലെയും യങ്സ് മോഡുലസിന്റെ വാല്യൂ നമുക്കറിയാം, അതിന് കറസ്പോണ്ടിങ് ഇൻഫ്ലുവൻസ് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ടാവും, IZ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, IZ/EZ ഓരോ ലെവലിലുമുള്ള ആ സിഗ്മ I Z = 0 to 2B എന്ന് എഴുതിയില്ലേ, ആ സമ്മിനകത്തുള്ള ആ ടേംസ് അത്രയും നമ്മൾ ഓരോ ഡെപ്തിലെയും കണ്ടുപിടിക്കും. അതായത് ഓരോ ഇൻ്റർവെല്ലിലെയും കണ്ടുപിടിച്ചിട്ട് ഫൈനൽ ടോട്ടൽ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കൊഹഷൻ ലെസ് സോയിലിൽ സെറ്റിൽമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പ്രൊസീജിയർ പഠിക്കണമെന്നില്ല, പ്രോബ്ലം ആണ് ചോദിച്ച് കണ്ടേക്കണേ. അതും കൊഹഷൻ ലെസ് സോയിലിൻ്റെ പ്രോബ്ലം വളരെ റെയർ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ മീൻസ് കൊഹസീവ് സോയിലാണ് പ്രോബ്ലംസ് കൂടുതലും ചോദിച്ച് കണ്ടേക്കണേ. ഇനി ഒരു ക്വസ്റ്റ്യന് ചെയ്തിട്ട് 10 മിനിറ്റ് ബ്രേക്ക് തരണോ, അത് ബ്രേക്കിന് പോയിട്ട് വന്നിട്ട് ചെയ്യണോ? ബ്രേക്ക് പോയിട്ട് വരാം. ഓക്കെ, എന്നാ 9 മണി 15 മിനിറ്റ് 9:15 ആകുമ്പോൾ കയറുമോ? ഓക്കെ, ആ സെറ്റിൽമെന്റ് പ്രൊസീജിയർ കാണിച്ചിട്ട് അവിടെ ഒരു വലതുവശത്തെ ഒരു ഡയഗ്രാം പോലെ കണ്ടുതന്നെ. അത് യങ്സ് മോഡുലസിന്റെ വാല്യൂസ് ആണ്. ഇത് ജസ്റ്റ് പ്രൊസീജിയർ എന്നുള്ളൂ. ആ ഓരോ ΔZ, അത് ഞാൻ പ്രോബ്ലം വെച്ച് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാവാൻ എളുപ്പം തോന്നുന്നു. അതാ ഞാൻ പിന്നെ ഇത് അധികം പറയാൻ നിർത്തിയത്. ഈ ഓരോ കറസ്പോണ്ടിങ് ഡെപ്തിനനുസരിച്ച് സോയിലിലെ യങ്സ് മോഡുലസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വാല്യൂസ് ആണ് നമ്മൾ ഈ ലൈനിലൂടെ കാണിക്കുക. ഇവിടെ നമുക്ക് ഈ വാല്യൂവിൽ കിട്ടുന്നത് IZ ആണ്. ഓക്കെ, അത് പറയാം. അത് കണ്ടോ, നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞു സ്ക്വയർ ഫൂട്ടിംഗ് ആകുമ്പോൾ Z = 0 ആണെങ്കിൽ, ഡെപ്ത് 0 ആണ് എങ്കിൽ IZ വാല്യൂ 0.1 ആണ്. ഡെപ്ത് 0.5 ആയപ്പം 0.5 ആയിരുന്നു. Z = 2B ആയപ്പം IZ വാല്യൂ 0. ആ രീതിയിലാണ് വരണേ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ IZ/സിഗ്മ Z = 0 to 2B IZ/ES × ΔZ കണ്ടുപിടിക്കുന്നത്. അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയാം, അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, 9:15 ആകുമ്പോൾ എല്ലാവരും കയറണേ. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു, മറന്നുപോയല്ലോ.
കിട്ടിയ സൈഡ് വാല്യൂ 3.18 3.18 യൂണിറ്റും കൂടെ പറയണേ, mm. മില്ലിമീറ്റർ. കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ മിസ്. ഈ ഒരു സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആട്ടോ, തിയറി ആവാം, പ്രോബ്ലം ആവാം, സെറ്റിൽമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എഴുതിയോ? മിസ്സേ, ഇതിൽ ഈ മ്യൂ ഐ എന്തെന്നാ? യങ്സ് മോഡൽസ് ഓഫ് സോയിൽ, ഇഎസ്, സോയിലിന്റെ യങ്സ് മോഡൽസ് അതല്ല, ഐയും മ്യൂവും. I.2, I 1.06, mu അതല്ല, 0.25. അതെന്തെന്നാന്ന്? മ്യൂ എന്ന് പറഞ്ഞ പോയിസൺസ് റേഷ്യോ, ഐ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ് ഫാക്ടർ. ഇതാരാ എന്ന് വെച്ചാ ചോദിക്കണേ? ഇൻഫ്ലുവൻസ് ഫാക്ടർ എന്ന് വെച്ചാ എന്താ? ഇതാരാ ചോദിക്കണേ? അമല ടീച്ചറെ, ക്ലാസ്സിൽ ആദ്യം തൊട്ടില്ലായിരുന്നോ? എനിക്കൊരു ഫോൺ വന്ന്, അപ്പൊ അത് കാരണം അതിന്റെ പുറകെ പോയി. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇത്. SI=Q×B×1 - μ²/ES × I. അതിൽ I എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് ഫാക്ടർ ആണ്. ആ ഇൻഫ്ലുവൻസ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ടേബിൾ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ടേബിൾ കണ്ടു. ആ ടേബിൾ നമ്മൾ പറയുന്ന ഷേപ്പിനനുസരിച്ചാണ്. ഫൂട്ടിങ് ഫ്ലെക്സിബിൾ ആണോ റിജിഡ് ആണോ എന്ന് കൺസിഡർ ചെയ്തിട്ട് ഷേപ്പിനനുസരിച്ചാണ് ആ വാല്യൂസ് പറയുന്നത്. ഫ്ലെക്സിബിൾ ആകുമ്പോൾ സെൻറ്ററിലും കോർണറിലും ആവറേജിലും ഒരു വാല്യൂ ഉണ്ടാവും. റിജിഡ് ആണെങ്കിൽ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. സർക്കുലർ ആണെങ്കിൽ ഒരു വാല്യൂ, സ്ക്വയർ ആണെങ്കിൽ ഇത്, റെക്ടാങ്കുലർ ആണെങ്കിൽ ലെങ്ത് ടു വിഡ്ത്ത് L/B റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും നമ്മൾ I എന്ന് പറയുന്ന ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. കുറേ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി വാല്യൂസ് തന്നിട്ടുണ്ട്. ഒരു സാച്ചുറേറ്റഡ് ക്ലേ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും
ഐയുടെ വാല്യൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു ചാർട്ടിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണയാണ്. അത് ശരിക്കും നമ്മൾ ചെയ്യുന്നത് പ്ലേറ്റ് ലോ ടെസ്റ്റ് ആണ്. ഈ പ്ലേറ്റ് ലോ ടെസ്റ്റ് നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലേറ്റ് ലോ ടെസ്റ്റിൽ നിന്നാണ് നമ്മൾ ആ ഒരു 1 - μ² E × I ആ ഒരു ടേം ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്ലേറ്റ് ലോ ടെസ്റ്റിൽ നിന്നാണ്. ഞാൻ ചോദിച്ചതാണ് അവിടെ നിന്ന് കേട്ട് ടീച്ചർ അമൽ ശിവനാട്ടോ മിസ്സേ, അമൽ ഫ്രാൻസിസ് അല്ലാട്ടോ. അല്ല, സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. അമൽ ഫ്രാൻസിസ് സൗണ്ട് എനിക്കറിയാം. അവനെന്നെ ചീത്ത പറയാ. നിങ്ങളുടെ കുറച്ച് പേരുടെ സൗണ്ട് എനിക്കുള്ളൂ, പക്ഷെ ഫൈനൽ ഇയേഴ്സിൽ ഏകദേശം എല്ലാവരുടെയും സൗണ്ട് അറിയാം. ആരാ ചോദിക്കണേ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവർ ഒരുപാട് സബ്ജക്റ്റ് പഠിപ്പിച്ചു, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ഒരു റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണ്, 2 മീറ്റർ ബൈ 3 മീറ്റർ ആണ്. ഒരു കോളം ലോഡാണ് 600 kN തന്നിട്ടുണ്ട്. സോയിലിന്റെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എഴുതാ. ഇവിടെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ലോഡാണ് തന്നിരിക്കുന്നത്. കോളത്തിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ലോഡ് എത്ര സ്ട്രെസ്, എത്ര പ്രഷറായിട്ടാണ് സോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അത് കണ്ടുപിടിക്കണം. അതാണ് ഇതിനകത്തെ ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ലോഡ് തന്നാൽ അതിനെ പ്രഷർ Q എന്ന് പറയുന്ന പ്രഷറിൻ്റെ ടേമിലാക്കണേ ലോഡ് ബൈ ഏരിയ. തന്നിരിക്കുന്ന ലോഡ് ബൈ ഏരിയ ചെയ്യുമ്പം Qൻ്റെ വാല്യൂ കിട്ടും. ബാക്കി എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ വിഡ്ത്ത്. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പം ഈ ഇക്വേഷനിൽ ബിയുടെ വാല്യൂ ഏത് കൊടുക്കും? 2 മീറ്റർ കൊടുക്കുമോ 3 മീറ്റർ കൊടുക്കുമോ? 3 മീറ്റർ 2 മീറ്റർ കൊടുക്കുമോ 3 മീറ്റർ കൊടുക്കുമോ? 3 മീറ്റർ. രണ്ടാമത് വരുന്ന കൊടുക്കും. രണ്ടാമത് വരുന്ന കൊടുക്കും. ലെങ്ത് ബൈ വിഡ്ത്ത് ആ രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് 3 മീറ്റർ വേണം കൊടുക്കാനായിട്ട്. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഇത് തിരിച്ച് ചെയ്തേക്കണ കണ്ടു, പക്ഷെ ഡയമെൻഷൻ എഴുതേക്കണ ഇങ്ങനെ തന്നെയാണ്, 2 മീറ്റർ ബൈ 3 മീറ്റർ തന്നെ എഴുതേക്കണേ. പക്ഷെ അവർ വിട്ട് കൊടുത്തപ്പം 2 മീറ്ററിനാണ് കൊടുത്തേക്കണത്. അപ്പം അതെനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് ഇതാണ്. ബേസിക്കലി ആ ഒരൊറ്റ ടെക്സ്റ്റിലാണ് ഞാൻ ഈ ഒരു ചെറിയ പ്രശ്നം കണ്ടത്. ബാക്കി എല്ലാ ടെക്സ്റ്റിലും ഈ 2 മീറ്റർ ബൈ 3 മീറ്റർ എന്നുള്ളതിൽ 3 മീറ്റർ തന്നെയാണ് എടുത്തേക്കണേ. കഴിഞ്ഞ പ്രാവശ്യവും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് തരുമ്പം L/B ആ ഒരു ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. അപ്പം അങ്ങനെ മാത്രം ചിന്തിച്ച് ചെയ്താൽ മതി. മറ്റിടത്ത് വാല്യൂ കൂടുതലാണല്ലോ കുറവാണല്ലോ അങ്ങനെ ഒരു കൺസ്ട്രെയിൻ്റെ ആവശ്യമില്ല. ആ ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ആയിരിക്കും. തിരിച്ചെടുക്കുമ്പോഴും ശരിയല്ലേ? പ്രഷർ എല്ലാം ശരിയല്ലേ? പ്രഷർ ശരിയാണ്. നമ്മള് അതിനകത്ത് ഏത് വിഡ്ത്തായിട്ടുള്ളത് ഷോർട്ടർ ഡയറക്ഷൻ, ഷോർട്ടർ ഡിസ്റ്റൻസ് ആണോ എന്നുള്ളത് ഒരു ചെറിയ കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എവിടെ നോക്കിയിട്ടും അവർ പറയുന്നത് ബി വിഡ്ത്ത് എന്നാ പറയുന്നുള്ളൂ, അല്ലാതെ ഷോർട്ടർ സ്പാൻ ഡയറക്ഷൻ എന്ന് സ്പെസിഫൈ ചെയ്ത ഡെറിവേഷനിൽ ഒന്നും പറയുന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പം L/B എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ എടുത്തു പോയാൽ മതി. സ്വാഭാവികമായിട്ടും വിഡ്ത്ത് ചെറുതായിരിക്കില്ല നമ്മുടെ കൺസെപ്റ്റിലെല്ലാം. എല്ലാ കേസിലും അങ്ങനെ ആവണമെന്നുണ്ടോ? ഇതാണ് ഇത് ചെറിയൊരു ട്വിസ്റ്റിംഗ്. ഞാൻ അങ്ങനെ ഒരു ഇത് സെയിം പ്രോബ്ലം ഒരു ടെക്സ്റ്റിൽ മാത്രം അത് തിരിച്ചു ചെയ്തേക്കണം ഞാൻ കണ്ടു. ഞാൻ കുറേ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായതാണ്. ഒരുപാട് സ്ഥലത്ത് ചോദിച്ചു, ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. അവരെല്ലാം പറയുന്നത് L/B ആ രീതിയിൽ തന്നെ ചെയ്തു പോകാനാണ്. 1-2 പേരോട് ഞാൻ ചോദിച്ചവരും നോക്കിയെടുത്തും ഒക്കെ കാണുന്നത് അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും തിരിച്ചറിയുവാണെങ്കിൽ ഞാൻ പറയാം. ഇതിന്റെ ആൻസർ എത്ര വരുന്നത്? ആൻസർ എത്ര തന്നെ? 0.04149. അല്ല, മറ്റേ 2 ഇട്ട് കൊടുക്കുമ്പോ അത് 9.93 × 10⁻³ വരുന്നുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്, വലിയ വാല്യൂ വരുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അറിവ്, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. കഴിഞ്ഞ തവണയും ഈ പ്രോബ്ലം ചെയ്യിച്ചപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയിരുന്നെന്ന് വെച്ചാൽ L/B ആ എഴുതുന്ന രീതി ഉണ്ടല്ലോ, ലെങ്ത് ടു വിഡ്ത്ത്, അങ്ങനെ തന്നെ ചെയ്യാനാണ് എല്ലായിടത്തും കണ്ടത്. ഒരിടത്തും ഷോർട്ടർ ഇതാണെന്ന് പറയുന്നില്ല. നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷനിലെ ഷോർട്ടർ ഡയമെൻഷനാണ് B എന്ന് സ്പെസിഫൈ ചെയ്ത് ഒരിടത്തും ഞാൻ കണ്ടില്ല. ഇപ്പോൾ നമ്മളോട് പറയുവാണ് B, അവർ B വിഡ്ത്തെന്ന് കൊടുത്തു. എന്നിട്ട് വേണമെങ്കിൽ ചില കണ്ടീഷനിൽ പറയാറുണ്ട് ബ്രാക്കറ്റിൽ കൊടുക്കും ഷോർട്ടർ ഡയറക്ഷൻ, ഷോർട്ടർ ലെങ്ത് എന്ന്.
ഷോർട്ടർ സ്പാൻ എന്ന് പറയും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ മനസ്സിലാവും. ഇതങ്ങനെ ഞാൻ കണ്ടില്ല. ഇപ്പം ഇത്രയും ദിവസവും ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. L/B ആ രീതിയിൽ തന്നെ ചെയ്യാനാണ് ഞാൻ പറയാറ്. പക്ഷേ ഈ സെറ്റിൽമെന്റ് സാധാരണ ഒരു 10 മില്ലിമീറ്റർ താഴെ നിൽക്കാറുള്ളൂ. അത് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടാമത്തതാ ശരി, ഈ 2 എടുക്കുന്നതാ ശരി. അങ്ങനെ അങ്ങനെ നോക്കുവാണെങ്കിൽ താഴെയോ? 10 മില്ലിമീറ്റർ, അതായത് 10 മില്ലിമീറ്ററിനൊക്കെ മുകളിൽ പോകാറില്ല സാറിന് പൈലാണെങ്കിൽ പോലും. അത് തന്നെ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഇത് എനിക്ക് ചെറിയൊരു ഞാൻ നോക്കിയിടത്തൊക്കെ കണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ എനിക്കും ഒരു കൺഫ്യൂസ്ഡ് ആണ് ഞാൻ. ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. പക്ഷെ ഈ ഷോർട്ടർ ഡയറക്ഷനിലാണെന്ന് എവിടെയും പറയുന്നുമില്ല. ഒരു ടെക്സ്റ്റിൽ മാത്രമാണ് ഞാൻ ഈ പ്രോബ്ലം തിരിച്ച് ചെയ്തേക്കണത്. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് കിട്ടിയാണ് 14 മില്ലിമീറ്റർ കിട്ടിയില്ല, 15 മില്ലിമീറ്റർ കിട്ടി. അത് ഇച്ചിരി ആണ്. പക്ഷെ മാക്സിമം നമ്മൾ അലൗബിൾ സെറ്റിൽമെന്റ് IS കോഡ് വെച്ച് നമുക്ക് പെർമിസിബിൾ സെറ്റിൽമെന്റ് പറയുമ്പം 40 mm വരെയൊക്കെ പറയില്ലേ? അത് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അനുസരിച്ച് ആ വാല്യൂല് വ്യത്യാസം ഇല്ലേ? 20 mm വരെയൊക്കെ ആവാൻ പാടില്ലേ? നമ്മൾ IS കോഡ് വെച്ച് പറയുമ്പം 20 mm വരെയൊക്കെ വരാം. ഞങ്ങൾ ഇനി താഴെ അത് വന്നിട്ടുണ്ട്, ഈ മുടിയുള്ളൊരു പോർഷൻ ഉണ്ട്. അത് അലൗബിൾ സെറ്റിൽമെന്റ് എത്ര വരാം, ഓരോ ടൈപ്പ് ഫൗണ്ടേഷനും നമുക്ക് IS കോഡ് ഉണ്ടായി. ഒരു IS 1904 സെറ്റിൽമെന്റിന്റെ വാല്യൂസ് പറയണേ. അതിൽ പറയണത് ഓരോ ടൈപ്പ് ഫൗണ്ടേഷൻ അനുസരിച്ച് മാക്സിമം എത്ര വരാം എന്ന് പറയുന്നുണ്ട്, സോയിലിന്റെ നേച്ചർ അനുസരിച്ച്. അതില് 40 mm 50 mm വരെയൊക്കെ ഉണ്ട്. സെറ്റിൽമെന്റ് വലിയൊരു ഡേഞ്ചർ കേസാണ്. നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്ന സെറ്റിൽ ചെയ്യില്ല എന്നുള്ള രീതിയിലല്ലേ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കണേ. ഒരു പക്ഷേ ഇരുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റതെല്ലാം ലോഡായി മാറും. ഞാൻ ജനറലി 20 mm തൊട്ട് 300 mm വരെ ഉണ്ടാവാം എന്നാണ് കോഡ് പ്രൊവിഷൻ പറയുന്നുണ്ട് ശരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ 10 കേട്ടപ്പോ ഞാനൊന്ന് ചിന്തിച്ചത് അത്രയാണോ വരുവുള്ളൂ എന്ന്. ഓക്കെ, നോക്കാം. ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ ചെയ്യിച്ചിട്ട് വിടാം. കാരണം അല്ലെങ്കിൽ ഇനി ഇത് കൊഹഷൻലെസ് സോയിലാ. നിങ്ങൾക്ക് ഇനി അത് അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ പിന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ കേട്ട ഓർമ്മയിൽ ഇത് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതോ, വേഗം ചെയ്യാം, പെട്ടെന്ന് തീരും ഇത്. ടീച്ചർ ഇത് കാണാൻ പറ്റുമോ? ഞാൻ ഫിഗർ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ അത് എഴുതിയിട്ട് ഞാൻ ഫിഗർ താഴെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. വേഗം ചെയ്യണേ, വേഗം ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് ഇനി ഇത് മൊത്തം മറന്നു. നെക്സ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടോ സാർ? നെക്സ്റ്റ് വീക്ക് ഇല്ലല്ലോ, ഇനി ഓണം കഴിഞ്ഞ്. നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഇല്ലാന്ന് എനിക്ക് തോന്നണം. എനിക്ക് അറിയില്ല, ഷെയ്നാമസിനോടും ചോദിക്കോ? കാരണം S3-കാർക്കുണ്ട്. ഉത്രാടത്തിന്റെ തലേ ദിവസമാണോ ചൊവ്വാഴ്ച വരെയാണോ? S3-ക്കുണ്ട്. S5-ന്റെ കേസ് എനിക്ക് അറിയില്ലല്ലോ, ഇല്ലെന്നാണ് എനിക്ക് തോന്നണേ. ഷെയ്നാമസിനോടും ചോദിച്ചു നോക്കി, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം S3-യും M.Tech-ഉം ലാഗ് ചെയ്ത് തുടങ്ങിയോണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക്. നിങ്ങളുടെ കേസ് എനിക്ക് അറിയത്തില്ല, ഇല്ലായിരിക്കും. എന്തായാലും ഉത്രാടം തിരുവോണം ആ 4 പബ്ലിക് ഹോളിഡേ അവധിയായിരിക്കും. മറ്റേ അതിന് മുന്നേ ബുധനാഴ്ച വരെ ഉണ്ടോന്നൊന്ന് മിസ്സിനോട് ചോദിച്ചു നോക്കി, എനിക്കറിയില്ല. ചോദിക്കാം സാർ. ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ പറയണേ, ഫിഗർ താഴേക്ക് കാണിച്ചു തരാം.
തേർഡ് മോഡൽ കംപ്ലീറ്റ് നോട്ട് ഗ്രൂപ്പിലിട്ടുണ്ട് കേട്ടോ. പകുതിയായിട്ട് ഇട്ടേക്കണം കേട്ടോ. ഫിഗർ കാണിച്ചേക്കാം സാർ. ഇതൊരു ഫൗണ്ടേഷന്റെ ഫിഗർ ആണ്. ഫൗണ്ടേഷന് 1.5 മീറ്റർ ഡെപ്ത് ആണ്. അതിന്റെ ബേസ് ലെവലുള്ള സർചാർജ് അതാണ് ഈ കാണിച്ചിട്ട് ക്യൂബാർ. സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് 16 ആണ്. അതിൽ ഈ കാണിച്ചിരിക്കുന്ന വാല്യൂ ഈ വാല്യൂ ഐയുടെ വാല്യൂസ് ആണ്. ഓരോ ഡെപ്തിലും ഉള്ള ഐയുടെ വാല്യൂസ് ആണ്. ഇത് ഓരോ ഡെപ്തിലുമുള്ള യങ്സ് മോഡുലസ് ഓഫ് സോയിൽ ഇതിൻ്റെ വാല്യൂസ് ആണ്. അപ്പം സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 0 to 2 times b വരെയാണ് അതിന് ഇതേനെ. 5 മീറ്റർ 1.5 മീറ്റർ ആയിരുന്നു ഡെപ്ത് എന്ന് പറയുന്നത്. അതിൽ ഇസഡ് ഈസ് ഈക്വൽ ടു 0 to 2 times b വരെ കൺസിഡർ ചെയ്ത് 2 times b എന്ന് പറയുമ്പോൾ 2 into 2.5 5 മീറ്റർ വരെ ഓരോ മീറ്റർ ഇൻ്റർവെല്ലിലുള്ള യങ്സ് മോഡുലസിൻ്റെ വാല്യൂസ് ആണ് എഴുതിയേക്കണേ. ആ ഓരോ മീറ്റർ ഇൻ്റർവെല്ലിലുള്ള ഐയുടെ വാല്യൂസ് ആണ് എഴുതിയേക്കണേ. ഇത് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണോ അതോ ഫിഗർ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആണ്. തരും ഈ മൂന്ന് ഫിഗർ എല്ലാ ഫിഗറും തരും. ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫിഗറാ. പോയിന്റ് 8 into 10⁻⁴ തന്നെയാണോ സാർ? 0.8 into 10⁻⁴. ഒരു സെക്കൻഡ്, ഞാൻ നേരെ ടെക്സ്റ്റിൽ നിന്നുള്ളൊരു ഫിഗർ. അതെ സാർ. അതെല്ലാം ഇൻറ്റു 10⁻⁴. എന്തോ എല്ലാത്തിനെയും ഇൻറ്റു 10⁻⁴ ആട്ടോ. അതിൻ്റെ എല്ലാം ഇൻറ്റു 10⁻⁴. 0.8 into 10⁻⁴, 0.9, 1, 1.1, 1.2. താഴെ ES എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അത് കിലോനോട്ട് മോഡുലസ് ആണെന്നുള്ളതാ. മീൻസ് ഈ കാണിച്ചിരിക്കുന്ന വാല്യൂസ് എല്ലാം ES ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണം. ഇതോരെ ഡെപ്ത് ആണോ ഈ 1 മീറ്റർ 2 മീറ്റർ എന്നൊക്കെ? സ്ക്വയർ ആണോ സർക്കുലർ റെക്ടാംഗിൾ ആണോ നോക്കി. ഇസഡ് ഈക്വൽ ടു 0 to 2b അല്ലെങ്കിൽ 4b ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതുവരെയാണ് നമ്മൾ മാക്സിമം ഡെപ്ത് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ സെറ്റിൽമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇസഡ് ഈസ് ഈക്വൽ ടു 2 times b ആണ് ഇവിടെ സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട്. 2 times b എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 into 2.5 ആണ്, 5 മീറ്റർ. അപ്പം ആ 5 മീറ്റർ ഡെപ്തിൽ വരെയുള്ള സെറ്റിൽമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കണേ.
ഓക്കെ, വൺ അപ്പൊ പോയിന്റ് ഓരോ ഫൈവ് മീറ്റർ മീറ്റർ കൂടാതെ. ഇന്റർവെല്ലല്ലേ? ആ, അപ്പൊ ഓരോ ഞാൻ മീറ്റർ ഓർത്തെ ഇന്റർവെല്ലിനെടുത്ത് ഓരോ 30. ഗ്യാപ്പും മാത്രം വെച്ചിട്ടുണ്ടെന്നാ വിചാരിച്ചത്. കുമുലേറ്റീവ് അല്ലല്ല, എഴുതി പോയതല്ലേ? ക്യുമുലേറ്റീവ് ചെയ്ത് എഴുതി സം ചെയ്തെടുക്കണല്ലോ. സിഗ്മ ഇസഡ് ഈക്വൽ ടു 0 to 2b അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം കൺസിഡർ ചെയ്യുന്ന ഡെപ്ത് 5 മീറ്റർ വരെയാണ്. 1.5 മീറ്റർ കൂടാതെ പിന്നെ താഴേക്ക് 5 മീറ്ററും കൂടെ, ആ രീതിയിലാണ് ചെയ്യുന്നത്. വരച്ചു കഴിഞ്ഞോ? എഴുതി വരച്ചോ? വരച്ചു കഴിഞ്ഞോ? വരച്ചു സർ. ഓക്കെ. ഒരു മിണ്ടാതിരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇതൊരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, ഒരു സാൻഡിലാണ് റെസ്റ്റ് ചെയ്യണേ. ഫൗണ്ടേഷൻ്റെ ലെവലിലുള്ള പ്രഷർ ക്യൂ ബാർ തന്നിട്ടുണ്ട് 200 ആണെന്ന്. ആ ക്യൂ ബാർ ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ ആ ഫിഗറിൽ കാണിച്ചത്. ഓക്കെ, ആ ഫൗണ്ടേഷൻ ഡെപ്ത് 1.5 മീറ്റർ ആണ്, യൂണിറ്റ് വെയിറ്റ് ഇതാണ്, വിഡ്ത്ത് 2.5 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഫൗണ്ടേഷൻ സാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൊഹഷൻ ലെസ് സോയിൽ ആണെന്ന് മനസ്സിലാക്കണം. 6 വർഷത്തിന് ശേഷമുള്ള സെറ്റിൽമെന്റ് ആണ് നമ്മളോട് കാണാനും പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ എഴുതാം, നമ്മൾ കൊഹഷൻ ലെസ് സോയിലിന്റെ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ തന്നെ കാണിച്ചു തരാം. ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കാണാനുള്ള ഇക്വേഷൻ അത് എഴുതിക്കേ.
C1 C2 into Q bar minus Q into sigma z equal to 0 to 2b Iz by Es into delta Z. എഴുതിയോ? ആദ്യമായി ഇക്വേഷൻ ഇതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാവും? തന്നിരിക്കുന്നത് സാൻഡ് ഡിപ്പോസിറ്റ് ആണ്, അതിനർത്ഥം കൊഹഷൻ ലെസ് സോയിൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് കൊഹഷൻ ലെസ്സിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, എഴുതിയോ? മിസ് നമ്മൾ എവിടെ സാൻഡാന്ന് പറഞ്ഞാലും അതെല്ലാം ക്വസ്റ്റ്യൻ സി ഈക്വൽ ടു 0 എന്ന് എടുക്കാമല്ലേ? നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യനിലും അങ്ങനെയല്ലോ. അതെ അതെ, കൊഹഷൻ സാൻഡ് എന്ന് പറഞ്ഞാൽ അത് കൊഹഷൻ ലെസ് ആണ്. പിന്നെ ഇതൊരു സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ z ഈക്വൽ ടു 0 to 2b എന്ന് കൊടുത്തത്. അത് റെക്ടാങ്കിൾ ആണെങ്കിൽ z ഈസ് ഈക്വൽ ടു 0 to 4b വരും. ക്ലിയർ ആയോ? റെക്ടാങ്കുലർ ആണെങ്കിൽ 4b 0 to 4b 4b ആയിരിക്കും. കാരണം ഞാൻ ഓൾറെഡി തിയറി പറഞ്ഞപ്പോൾ അതിനകത്ത് കാണിച്ചു തന്നില്ലേ, ഡെപ്ത് വേരി ചെയ്യുന്ന z ഈക്വൽ ടു 0 to 2b ആയിരിക്കും സ്ക്വയറിന്, സർക്കുലറിനും. റെക്ടാങ്കുലർ ആണെങ്കിൽ 4b ആയിരിക്കും. ഓക്കെ, അത് ആ തിയറിയിലുണ്ട്, മനസ്സിലാവും. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ടേം കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. C1 കാണണം. C1 കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, അത് എഴുതുക. C1 കണ്ടുപിടിക്കുക. അതിൽ Q എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് ഗാമ ഡി എഫ് ആണ്. Q കണ്ടുപിടിക്കുന്നത് ഗാമ ഡി എഫ് ഇക്വേഷൻ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കുക. ദെൻ Qന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ക്യൂ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു? ഫൂട്ടിങ്ങിന്റെ ലെവലിലെ പ്രഷർ നമ്മുടെ ഫിഗർ കാണിച്ചിട്ടില്ലേ, ഇത് ക്യൂ, ചില സമയത്തെ ഹാങ്. ഇതാണ് ക്യൂ ബാർ, കണ്ടോ? ഫൂട്ടിങ്ങിന്റെ ലെവലിൽ ആക്ട് ചെയ്യുന്ന എക്സസ് പ്രഷറാണ്, അല്ലെങ്കിൽ സർചാർജ് തന്നെയാണ്, ഇഫക്റ്റീവ് പ്രഷറാണ് ശരിക്കും അത്. ഈ വാല്യൂ കണ്ടോ? ഇത് എഫക്റ്റീവ് പ്രഷറാണ് ശരിക്കും ക്യൂ ബാർ. അത് ശരിക്കും ഫൂട്ടിങ്ങിന്റെ ബേസിലാണ്. അത് ഈ സോയിലിന്റെ വെയിറ്റ് ഉണ്ടാവും, ഇതിനകത്ത് വാട്ടറിന്റെ പ്രഷർ ഉണ്ടാവും, ഈ സ്ട്രക്ചറിന്റെ വെയിറ്റ് ഉണ്ടാവും, അതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ക്യൂ ബാർ നമ്മൾ പറയുന്നത്. ഓക്കെ, എന്നിട്ട് C1 കണ്ടുപിടിച്ചേ. C1 കിട്ടിയോ? കിട്ടിയും സർ. 0.932. ഇനി അടുത്ത ടേം കണ്ടുപിടിക്കുക, C2. C2ന്റെ ഇക്വേഷൻ എന്താ? ഇതാണ് 1 + 0.2 log 10 to the base time in years by 0.1. എത്ര വർഷത്തെ കാണണ്ടേന്ന് പറഞ്ഞിട്ടുണ്ട്.
സീറ്റ് എത്രയാണ് സർ? സീറ്റ് എത്രയാ? 1.35 കിട്ടിയില്ലേ? ലോഗ് ബേസ് 10 ആയിരിക്കണം. LN അടിക്കരുത് കേട്ടോ. പോയിന്റ് 355. കിട്ടിയില്ലേ? ഓക്കെ മിസ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെൽറ്റ സം ഓഫ് z ഈക്വൽ ടു 0 to 2b iz by es ഇൻറ്റു ഡെൽറ്റ iz. അത് നമ്മളൊരു ടേബിൾ യൂസ് ചെയ്താണ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊരു ടേബിൾ ഇങ്ങനെ വരയ്ക്കുക. ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ടേബിളിൽ നിങ്ങൾ കോളം മാത്രം വരച്ചാൽ മതി. ഇസഡ് വേണമെങ്കിൽ എഴുതിക്കോ, ഡെൽറ്റ ഇസഡും ഇ എസിന്റെ വാല്യൂ എഴുതിക്കോ. ഐ ഇസഡ് കാണുന്നത് എങ്ങനെയാന്ന് പറയാം. എഴുതിയോ? ടേബിളാണ് ഉദ്ദേശിച്ചത്. ആ ടേബിൾ ആദ്യത്തെ 3 കോളം എഴുതിയാൽ മതി. ഞാൻ പറയാം എങ്ങനെയാ ചെയ്യണമെന്ന്. ടേബിൾ ജസ്റ്റ് വരച്ചാലും മതി, എന്നിട്ട് പറയണ കേട്ടിട്ട് ചെയ്താലും മതി, കുഴപ്പമില്ല. ഈ 3 വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണേ. ഇസഡും ഡെൽറ്റ ഇസഡും ഇ എസിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നതാണ്. ബാക്കിയുള്ള 2 കോളം, ആ 2 കോളമാണ് നമുക്ക് ചെയ്യാനുള്ളത്. വരച്ചോ? വരച്ചു സർ. ഓക്കെ,
ഡെൽറ്റ ഇസഡ് തന്നിട്ടുണ്ട്. ആദ്യം 0 to 1 മീറ്റർ ആണ്, 1 to 2 മീറ്റർ, 2 to 3 മീറ്റർ, 3 to 4 മീറ്റർ, 4 to 5 മീറ്റർ. നമുക്ക് അങ്ങനെയുള്ള യങ്സ് മോഡുലസിന്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഡെൽറ്റ ഇസഡ് നമ്മൾ ഓരോ മീറ്റർ ഇന്റർവെല്ലിലുമാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഫിഗറിൽ നിന്ന് ക്ലിയർ ആയിരുന്നു. ന്റെ വാല്യൂം തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കണ്ടിട്ടുണ്ട് IZ, സ്ട്രെയിൻ ഇൻഫ്ലുവൻസ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. IZന്റെ വാല്യൂ നമ്മൾ ചെയ്യാൻ നേരത്ത് 0 to 1 മീറ്റർ, നിങ്ങൾ ആ ഫിഗർ നോക്കുക. ഇനി ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ഫിഗർ എടുക്കാം, ഞാൻ മുകളിലേക്ക് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. അതിൽ നോക്കുക, 0 മീറ്റർ 0 ഡെപ്തിൽ ഒരു IZന്റെ വാല്യൂ ഉണ്ട്, 1 മീറ്ററിൽ ഒരു IZന്റെ വാല്യൂ ഉണ്ട്. കണ്ടോ? 0 മീറ്ററിൽ IZന്റെ വാല്യൂ എത്രയാ? 0.1 ആണ്. 1 മീറ്റർ ആവുമ്പോൾ എത്രയാണ്? 0.42. നമ്മൾ ചെയ്യുന്നത് 0ക്കും 1 മീറ്ററിനും ഇടയിലാണ്, 1 മീറ്റർ ഇന്റർവെല്ലിലാണ് ചെയ്യുന്നത്. അവിടുത്തെ യങ്സ് മോഡുലസിന്റെ വാല്യൂ 0.8 ആണ്. അതിന് കറസ്പോണ്ടിങ് ഉള്ള IZ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 0 മീറ്ററിലും 1 മീറ്റർ ആകുമ്പോൾ എത്രയാണോ വാല്യൂ, ആ രണ്ട് വാല്യൂന്റെ ആവറേജ് വാല്യൂ എടുക്കും. 0.1 പ്ലസ് 0.42/2. ക്ലിയർ ആയോ? ടോപ്പിലും ബോട്ടത്തിലും ഏത് ലെയർ ആണോ എടുക്കുന്നത് ആ ലെയറിൽ ടോപ്പിൽ ഒരു വാല്യൂ കാണും, ബോട്ടത്തിൽ ഒരു വാല്യൂ കാണും. അതിന്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും നമ്മളത് ഇന്റർപോളേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ IZ നമുക്ക് കിട്ടി ബൈ EZ ഇൻറ്റു ഡെൽറ്റ IZ. ഫസ്റ്റ് 0 to 1 മീറ്ററിൽ IZന്റെ വാല്യൂ ബൈ ആ 0 to 1 മീറ്ററിൽ ES ഇൻറ്റു ഡെൽറ്റ IZ. അതാണ് ലാസ്റ്റ് കോളം. ഓക്കെ. ക്ലിയർ ആയോ? അത് DZ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാ? DZോ? അത് ഡെൽറ്റ അവസാനം IZ. കേട്ടില്ലേ? ഡെൽറ്റ ഡെൽറ്റ IZ. ഡെൽറ്റ ഡെൽറ്റ IZ എന്ന് പറഞ്ഞാൽ ഈ മീറ്റർ നമ്മൾ എത്ര ഡെപ്തിലാണ് ഇന്റർവെൽ എടുത്തേക്കണേ? ഇന്റർവെൽ എടുത്തേക്കണല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചത് അത് സെറ്റിൽമെന്റ് ആണ്. അല്ല, സെറ്റിൽമെന്റ് SI ആ. ഇത് ഇന്റർവെൽ ആണ്. ചെറിയ എത്ര ഇന്റർവെല്ലാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തേക്കണേ അതാണ് ഉദ്ദേശിക്കണേ. അത് ഡെപ്തിനെയാണ് ഡിവൈഡ് ചെയ്തേക്കണത്. അതാണ് ഡെൽറ്റ IZ കൊണ്ട് ഡിനോട്ട് ചെയ്തത്. ഓക്കെ. ഇനി രണ്ടാമത് നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ 1 to 2 മീറ്റർ ആണ്. 1 to 2 മീറ്റർ എടുക്കുമ്പോൾ നിങ്ങൾ IZന്റെ വാല്യൂ നോക്കിയേ. 1ൽ എത്ര വാല്യൂ? 1 മീറ്ററിൽ ഐയുടെ വാല്യൂ എത്രയാണ്? 0.42. 0.42. 2 മീറ്ററിൽ എത്രയാണ്? 0.5. 0.5 ആണോ? അതെ. 2 മീറ്ററിലാണോ 0.5? 0.4 അല്ലേ? 0.4 അല്ലേ? 0.4 ആണ്. അതിന്റെ ഇടയ്ക്കുള്ള ഇടയ്ക്കുള്ള മാക്സിമം വാല്യൂ ആണ് 0.5. നമ്മുടെ ഫൗണ്ടേഷന്റെ 1.5 എന്ന ഡെപ്തിൽ വരുന്നതല്ലേ നമ്മൾ ഈ 0.5 ആയിട്ട് വന്നിരിക്കുന്നത്. അതെ 1.5 മീറ്ററിലെ ഡെപ്തിലെ വാല്യൂ ആണ് 0.5 എന്ന് പറയുന്നത്. ഷിജി ഫിഗർ വെച്ച് തെറ്റിപ്പോയോ? 1.5 മീറ്റർ അല്ല, 1.5 മീറ്റർ ശേഷം. അല്ല ഇതിലെ 1 to 2 മീറ്ററിലെ 1.5 മീറ്റർ തന്നെ. ഒരു മിനിറ്റ് 1.5 മീറ്റർ. നിങ്ങൾ ഫിഗർ കറക്റ്റ് അല്ലേ വരച്ചേക്കണേ? വാല്യൂ മാറ്റി വരച്ചിട്ടില്ലല്ലോ. ഒന്ന് മാറ്റി നോക്കി അറിയാം അങ്ങോട്ട് മുകളിലേക്ക്. ഇത് 1 മീറ്റർ ആണ്. ഇത് അത് 0.1. 0 മീറ്റർ ആണ്. ഇത് 0 ആണ്. 0ക്കും 1 മീറ്ററിനും ഇടയിൽ 0.1ഉം 0.42. 1 മീറ്ററും 2 മീറ്റർ എന്ന് പറയുന്നത് ഇതാണ്.
അതിൻ്റെ ഇടയ്ക്കുള്ള മാക്സിമം വാല്യൂ, അതായത് 1.5 മീറ്റർ ഡെപ്തിലുള്ളതാണ് 0.5. ദെൻ 2-നും 3-നും ഇടയ്ക്ക് 2-ൻ്റെ 0.4, 3-യുടെ 0.267, 4-ൻ്റെ വരുമ്പം 0.133, ലാസ്റ്റ് 5 മീറ്ററിൽ വരുമ്പോൾ 0. ഫിഗർ ഇതുപോലെ തന്നെ വരയ്ക്കണം കേട്ടോ. ആ വാല്യൂ എടുക്കണതിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. മിസ് അപ്പൊ ഈ 1 to 2 മീറ്ററിലേ ആ ആവറേജ് വാല്യൂ ആണ് ഇപ്പൊ എടുക്കുന്നത് ഏതൊക്കെയാ? 0.4 ആണ് എടുത്തേക്കുന്നത്. 0.5-ഉം 0.4-ഉം വേണം എടുക്കാൻ. കാരണം ഇൻ ബിറ്റ്വീൻ നമുക്കൊരു 1.5 മീറ്റർ ഡെപ്തിൽ മാക്സിമം വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യുന്നത് മാക്സിമം വാല്യൂ, അതായത് 0.5 മീറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 1.5 മീറ്ററിലെ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല മിസ് അപ്പൊ 0.42 ഇല്ലേ 1 മീറ്ററില്? 0.42 ഉണ്ടല്ലോ. അപ്പൊ 0.42 അത് നമ്മൾ കൺസിഡർ ചെയ്യാം. അതിന് കാരണം ഇതാണ്, കാണിച്ചു തരാം. നമ്മൾ ആ തിയറി എഴുതിയപ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ 0.1, ഇസഡ് ഈസ് ഈക്വൽ ടു ടേബിൾ എടുക്കട്ടെ കേട്ടോ. ഇതുണ്ടോ സ്ക്വയർ. ഇസഡ് ഈസ് ഈക്വൽ ടു 0ക്ക് 0.1, ഇസഡ് ഈസ് ഈക്വൽ ടു 0.5 ടൈംസ് ബി. 0.5 ടൈംസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ബി നമുക്ക് 2.5 ആണ്. 2.5 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 1.25 ആണ്. ആ 1.25 മീറ്റർ ഡെപ്തിലാണ് 0.5 വരുന്നത്. അപ്പം നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ വെച്ചിട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് 2 ഇൻ്റർപോളേഷൻ ചെയ്യാനാണ് ശരിക്കും പറയുന്നത്. അപ്പം 0.42-ഉം 0.4-ഉം ആണ് ശരിക്കും നമ്മൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ ഒരു മാക്സിമം വാല്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മാക്സിമം വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു ഇൻ്റർപോളേഷൻ നടത്തണം ആദ്യം. 0.4 to 0.5-നും ഇടയ്ക്ക് നോക്കി ഒരു വാല്യൂ ഇൻ്റർപോളേഷൻ നടത്തിയതിന് ശേഷം വേണം കൺസിഡർ ചെയ്യാൻ. അതിലും ഏറ്റവും നല്ലത് എപ്പോഴും എന്താണ്, ഒരു ലെയർ എടുക്കുമ്പം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ലെയറിൽ മാക്സിമം വരുന്ന ഒരു ഇൻഫ്ലുവൻസ് ഫാക്ടർ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് താഴെയുള്ള ലെയറിൽ എത്രയാണോ ആ വാല്യൂ വെച്ച് ഇൻ്റർപോളേറ്റ് ചെയ്യാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് കാണാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നപ്പം 1-നും 2 മീറ്ററിനും ഇടയിൽ വന്നപ്പം 0.5-ഉം 0.4-ഉം എടുക്കാൻ കാരണം. അത് പിടിയിട്ടില്ലല്ലോ. 0.42 അപ്പോൾ ഒരു പ്രശ്നം വരുന്നത് അത് 0.5 മീറ്ററിലല്ലേ വരുന്നുള്ളൂ, 1 മീറ്ററിന്റെ കൺസിഡറേഷൻ വരുന്നില്ല. 0.5 മീറ്ററിലാണോ ശരിക്കും വരണേ? അതിന്റെ വാല്യൂ എടുക്കുമ്പോ അതിനകത്ത് വരുന്ന ഒരെണ്ണത്തിന് ഒരു 0.5-ലല്ലേ വരുന്നുള്ളൂ. ഈ 0.5 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത് 1.5 മീറ്ററിലുള്ള ഇതാണല്ലോ നമുക്ക് വന്നിരിക്കുന്നത്. 1.5 മീറ്ററിലല്ലല്ലോ വരണേ, 1.25 മീറ്ററിലാണ് വരുന്നത്. കാരണം റെക്ടാങ്കുലർ ഇതിൽ സ്ക്വയർ ഫൂട്ടിങ്ങിൽ ഐസഡിന്റെ വാല്യൂ 0.5 വരുന്നത് ഏത് വാല്യൂലാണ്? ഇസഡ് ഈസ് ഈക്വൽ ടു 0.5 ടൈംസ് ബി ആണ്. ആ കണ്ടീഷൻ വെച്ച് നോക്കുമ്പം ഇവിടെ 1.5 മീറ്റർ ഡെപ്ത് ആയിട്ടില്ല. 1.25 മീറ്റർ ഡെപ്തിലെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ അങ്ങനെ ഇന്റർമീഡിയറ്റിലെ ഒരു ലെയറിൽ മാക്സിമം ഒരു വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ആ മാക്സിമം വാല്യൂ എടുത്തിട്ട് വേണം ബോട്ടം ലെയറിലെ വാല്യൂ വെച്ച് ആവറേജ് കാണാൻ അല്ലെങ്കിൽ ഇന്റർപോളേഷൻ ചെയ്യാൻ. അങ്ങനെയാണ് അവർ പറയുന്നത്. മിസ് 0.4 to 1 മീറ്ററിൽ വന്നപ്പോഴേ ജസ്റ്റ് ഒരു ഡൗട്ട് ആണ്. 0.42 ആ 0.42-ഉം 0.5-ഉം ആണ് എടുത്തിരുന്നെങ്കിൽ ഇതിൽ ആവറേജ് 0.46 എന്ന് വന്നേനല്ല. 0.46 എന്ന് വന്നേനെ. അപ്പൊ ഇതിപ്പോ 0.4 എടുക്കണോ 0.42 എടുക്കണോ? കാര്യം 1 to 2 മീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, 0.42-ഉം 0.5-ഉം വെച്ച് ആവറേജ് ചെയ്യുമ്പോൾ 0.46 വന്നു. ഇനി നിങ്ങൾ ഒന്നുകൂടെ ചെയ്തേ, 0.5 + 0.4 ചെയ്തേ, ബൈ 2 ചെയ്യുമ്പോൾ 0.45 ചെയ്യും. ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എടുത്താലോ, 0.45 + 0.46. അപ്പൊ ഈ മൂന്ന് വാല്യൂ കൂടെ 0.455 വരും. 455 വരും. ഈ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക്. ഈ രണ്ടും ഇങ്ങനെ രണ്ട് വാല്യൂസ് വരുമ്പം
അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ഞാൻ പറയില്ലാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്റർവെല്ല് കൺസിഡർ ചെയ്തേക്കണം 1 മീറ്റർ ഇന്റർവെല്ല് വെച്ചിട്ടാ. അല്ലെങ്കിൽ നമ്മൾ ഇന്റർവെല്ലിൽ ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണമായിരുന്നു. മനസ്സിലായോ? 3 നമ്മളിപ്പോ വാല്യൂ എടുത്താലോ? 3 വാല്യൂ 3 എടുത്തിട്ട് വാല്യൂ എടുക്കാത്തതിന് കാരണം ഇതാണ്, 1 മീറ്റർ ഇന്റർവെല്ല് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യണേ. 3 വാല്യൂ എടുത്തിട്ട് ഇന്റർപോളേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതെ 3 വാല്യൂ എടുത്തിട്ട് ആ 3 വാല്യൂ എടുത്തിട്ട് 0.5 പ്ലസ് 0.42/3 ചെയ്യണം. അപ്പം അതെ അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പൊ എത്ര വന്നേ? ഏകദേശം 0.45 സംതിങ് തന്നെ വന്നേന്ന് എന്റെ ഓർമ്മ. 0.44 വരും. 0.44. ഇത് നമ്മളുടെ ഇന്റർവെല്ലിനനുസരിച്ചാണ് ശരിക്കും പറയണേ. നമ്മൾ 1 മീറ്റർ ഇന്റർവെല്ലിന് വെച്ചുകൊണ്ട് നമ്മൾ വരുന്ന ഒരു മാക്സിമം വാല്യൂ വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാൻ വേറെ ഒരു മീറ്റർ ഇന്റർവെല്ലിൽ തന്നെയല്ലേ മാഡം 3 വാല്യൂ 3 വാല്യൂം വേരിയേഷൻ വരുന്നത്. ഇത് അപ്പൊ അത് 3 എടുക്കാൻ പാടില്ല. 3ന്റെ ആവറേജ് എടുത്ത് ചെയ്താലും മിസ്റ്റേക്ക് ഇല്ല. ഞാൻ ഒന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ഞാൻ 1-2 പ്രാവശ്യം നോക്കിയെടുത്തും മാക്സിമം വാല്യൂം വെച്ച് ബോട്ടം വാല്യൂം വെച്ച് ഇന്റർപോളേറ്റ് ചെയ്യാനാണ് കണ്ടത്. ഞാൻ 3-4 പ്രാവശ്യം നോക്കിയത്. അത് കഴിഞ്ഞ തവണ ജയിച്ചപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. പിള്ളേരുടെ ക്ലാസ്സിൽ ജയിക്കുമ്പോഴും അവരും ഇത് തന്നെ ചോദിക്കുന്നു. പക്ഷെ നോക്കിയെടുത്തൊക്കെ കണ്ടത് അങ്ങനെയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ 3 വാല്യൂ എടുത്ത് ആവറേജ് ചെയ്യണ കേസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. നോക്കിയെടുത്തോളം ഒക്കെ ഈ വാല്യൂ മാക്സിമം വാല്യൂ, പിന്നെ ഒരു ലെയർ ഉണ്ടെങ്കിൽ ആ ലെയറിൽ ഒരു മാക്സിമം വാല്യൂ ഉണ്ടെങ്കിൽ ആ മാക്സിമം വാല്യൂ പ്ലസ് അടുത്ത ഡെപ്ത് ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആ ഡെപ്തിലുള്ള വാല്യൂ ബൈ 2 ചെയ്യാനാണ് പറയുന്നത്. ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ പറയുന്നില്ല അവർ. കാരണം 3 ലെയർ ഒറ്റ ഇതിൽ തന്നെ വീണ്ടും ഒരു ഡിവിഷൻ വരുന്ന രീതിയിൽ ചെയ്യാൻ അവർ പറയുന്നില്ല. ഓക്കെ. പിന്നെ അടുത്ത മീറ്റർ എടുക്കുമ്പോൾ കുഴപ്പമില്ല. 2 to 3 മീറ്റർ ആകുമ്പോൾ എങ്ങനെ തന്നെയാണ് 0.4ഉം 0.269. 2 മീറ്ററിൽ 0.4 ആണ്, 3 മീറ്ററിൽ 0.269 ആണ്. അതിന്റെ ആവറേജ് കണ്ടു. 3 to 4 മീറ്ററിലും അങ്ങനെ തന്നെ, 4 to 5 മീറ്ററിലും അങ്ങനെ തന്നെ. വാല്യൂ തന്നതുകൊണ്ടുള്ളൊരു വാല്യൂ തന്നത് കൊണ്ടാണ്. നമുക്ക് വാല്യൂ തരും. നമുക്ക് ശരിക്കും എന്താന്ന് വെച്ചാൽ ഈ ഡെപ്തിനനുസരിച്ച് സ്ക്വയറോ റെക്ടാംഗുലറോ അതിന് ആകുന്ന ഒരു മാക്സിമം വാല്യൂസ് ഉണ്ടല്ലോ. കാരണം 0.1 എന്ന് പറയുന്നത് Z is equal to 0 മീറ്ററിൽ 0.1 ആണെന്നുള്ളത് സ്റ്റാൻഡേർഡ് ആണ്. Z is equal to 2Bയിൽ അല്ല 0.5 ബിയിൽ 0.5 ആണെന്നും സ്റ്റാൻഡേർഡ് ആണ്. അത് നമ്മൾ ഓൾറെഡി ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. Z is equal to 2 times B ആവുമ്പം ഐയുടെ വാല്യൂ 0 ആണ്. അപ്പം ആ രീതിയിലാണ് പോകുന്നത്. ആ വാല്യൂസ് റീറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം ആ രീതിയിലാണ് അവർ ആ വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഇപ്പം ഈ പറഞ്ഞ പോലെ സ്ക്വയർ ആണെങ്കിൽ ആ 0.5 നമുക്ക് അവിടെ തരും, ഉറപ്പായിട്ടും തരും. കാരണം ആ ഇന്റർവെല്ല് നമ്മൾ ഓൾറെഡി 1 മീറ്റർ ആണെങ്കിലും അല്ലെങ്കിലും 2.25 ആണെങ്കിലും 0.5 മീറ്റർ ഇന്റർവെൽ ആണെങ്കിലും നമുക്ക് തരും. അത് മാക്സിമം ആ 3 വാല്യൂസ് നിർബന്ധമായും തരും. Z equal to 0യിലേയും തരും, Z is equal to 0.5 times ബിയിലേയും തരും, Z is equal to 2Bയിലേയും തരും. റെക്ടാങ്കിൾ ആവുമ്പോൾ അതുപോലെ തന്നെ ആ 3 വാല്യൂസ്. ദെൻ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, സം ചെയ്യുക. ലാസ്റ്റ് കോളം സിഗ്മ, ഇത് ലാസ്റ്റ് കോളം ഇത് സിഗ്മ IZ by EZ ഡെൽറ്റ IZ, ഈ കിട്ടുന്ന എല്ലാം കൂടെ കൂടി സം ചെയ്ത് എഴുതുക. അതെന്ത് ചെയ്യുക, ആ ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് കൊഹഷൻ ലെസ് സോയിലിൻ്റെ സെറ്റിൽമെൻറ്റ്. ഞാൻ ഒന്നുകൂടെ വേണം നോക്കിയിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ തവണയൊക്കെ കുറേ നോക്കിയിട്ടൊക്കെ ഇങ്ങനെ കണ്ടേ. ഒന്നും കൂടെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. എല്ലാ പ്രാവശ്യവും ഞാൻ ചെക്ക് ചെയ്യണം പല സ്ഥലത്തും, പക്ഷെ എല്ലാവരും ആ രീതിയിലാണ് കാണുന്നത്. മനസ്സിലായോ ഇതെങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്? മനസ്സിലായോ ടേബിള്? ഓക്കെ. ഓക്കെ.
ഇത് പ്രോബ്ലം ചോദിച്ച് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കോഹഷൻലെസ് സോയിലിൻ്റെ. പക്ഷേ എപ്പോഴെങ്കിലും ചോദിച്ചാൽ അത് ഓർത്തിട്ട് ചെയ്യിക്കുന്നതാണ്. ഇതാണ് ഇതിനകത്ത് ചോദിക്കാനുള്ള ഇനി ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ മുകളിൽ 2 പ്രോബ്ലം, ഈ പ്രോബ്ലം. കോഷൻലെസ്സിൻ്റെ ഒരിടത്ത് ഞാൻ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആൻസർ തന്നെ സാർ. 0.0307 മീറ്റർ ആണോ? മീറ്റർ. ഓക്കെ, കിട്ടിയ എല്ലാവർക്കും? കിട്ടി സാർ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ്